സ്തോത്രം. എല്ലാ ദൈവമക്കളെയും നിങ്ങളെ ഓരോരുത്തരെയും യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ഈ മാർച്ച് മാസത്തിൻ്റെ 1-ാം തീയതി ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നു. ദൈവത്തിന് എല്ലാ മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച വിഷയങ്ങളുടെ റിവ്യൂ ഒന്ന് നോക്കിയിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. എന്തുമായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച്? നമ്മൾ പൂരീം ഫീസ്റ്റിനെ കുറിച്ചാണ് ചിന്തിച്ചത്. പൂരീം ഫീസ്റ്റ് നിങ്ങളതിനെക്കുറിച്ച് കേട്ടോ? പൂരീം ഫീസ്റ്റിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച മെസ്സേജ് കേട്ടു. നമ്മൾ അതിനെക്കുറിച്ച് വീണ്ടും ചിന്തിച്ചു. ഈ വരുന്ന ആഴ്ച ഇന്ന് യഹൂദന്മാരുടെ ആധാർ മാസം 13-ാം തീയതിയാണ്. ഇന്ന് എനിക്ക് തോന്നുന്നു 13-ാം. ഇപ്പം തന്നെ ഞാൻ പറയാം. 12-ാം തീയതി. ഇന്ന് 12-ാം തീയതിയാണ്. നാളെ 13-ആണ്. ആധാർ മാസം ഇന്ന് 12-ാം തീയതിയാണ്. നാളെ 13-ാം തീയതി കേട്ടോ. 13-ാം തീയതി കലണ്ടർ പ്രകാരം. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു ഹാമാനെ കൊന്നുകളഞ്ഞ ചരിത്രം. ഒരു പൂരീം ഫീസ്റ്റ് വരിക. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പൂരീം ഫീസ്റ്റ് വരിക. 13, 14, 14, 15 പൂരീം ഫീസ്റ്റ് അത് വരിക. 13-ാം തീയതി ആയിരുന്നു ഹാമാൻ നിയമം എഴുതിയത്. നിയമം എഴുതിയത് 1-ാം മാസം 13-ാം തീയതി നിയമം എഴുതി. 12-ാം മാസം 13-ാം തീയതി യഹൂദന്മാരെ മൊത്തം കൊന്നുകളഞ്ഞേക്കണം. യഹൂദനെ കൊന്നുകളയേണ്ടിയ ആ പൂരീം ഫീസ്റ്റിൻ്റെ ദിവസങ്ങളാണ് വന്നത്. പക്ഷെ അതിനു മുമ്പേ ഇപ്പം ലോകത്തിൻ്റെ സംഭവങ്ങൾ നിങ്ങൾക്കറിയാം എന്തുവാ നടക്കുന്നതെന്ന്. ഞാൻ ചിന്തിക്കുക, അങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ ബിബ്ലിക്കലി പ്രൂവ് ചെയ്യാൻ വേറൊന്നുമില്ല, എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ഇന്ന് ചിന്തിക്കുകയാണ്, യഹൂദനെ മൊത്തം തുടച്ചു കളയാൻ വന്ന ഒരു വലിയ ഭരണാധികാരിയെ ഇന്നലെ ഇസ്രയേലിൻ്റെ യുദ്ധത്തിൽ കൊന്നുകളഞ്ഞു. ഇസ്രയേൽ ബോംബ് ചെയ്ത് കൊന്നുകളഞ്ഞു. അപ്പം ഇതൊക്കെ ഒരു സിഗ്നിഫൈഡ് ആണോ എന്ന് ഞാൻ ചിന്തിക്കുക. ഇതൊക്കെ താരതമ്യം ഉണ്ടോ എന്ന് ഞാൻ ചിന്തിക്കുക. അപ്പം ആ വിഷയങ്ങളൊക്കെ പിന്നീട് നമുക്ക് ചിന്തിക്കാം, പഠിക്കാം. പൂരീം ഫീസ്റ്റിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കുക. കാരണം ദൈവവചനം സോ ഡെപ്താണ്. അത് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കണം. ഗ്രഹിക്കാൻ നമ്മുടെ ചിന്തകളെ ദൈവം തുറക്കട്ടെ. ഇത് തുറന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാകത്തില്ല. നമ്മളവർക്ക് ഉറക്കം വരും. നമ്മൾ ഗ്രഹിക്കാത്തതുകൊണ്ടാണ് പ്രശ്നം. ഞാൻ രസകരമായ ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. ഒരിക്കൽ ഞാൻ ഒരു ചർച്ചിൽ പോയി പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. BC 606 ആദ്യമേ നെബൂഖദ്നേസർ രാജാവ് ഇങ്ങോട്ട് വന്നോട്ട് ദാനിയേലിനെ, ചന്ദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനെ പിടിച്ചുകൊണ്ട് പോയി. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വരുന്നത് BC 596 അന്ന് പിടിച്ചുകൊണ്ട് അടുത്ത ആളെ പോയി. അത് കഴിഞ്ഞ് BC 586 വന്നു. ഇതെല്ലാം മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരാൾ പോയിട്ട് പുള്ളി ആണ്ടൊക്കെ എഴുതിയെടുത്തു, സംഭവങ്ങളൊക്കെ എഴുതിയെടുത്തു. പക്ഷെ പുള്ളിക്ക് ഇതൊന്നും പിടുത്തം കിട്ടുന്നില്ല. പുള്ളിക്കാരൻ പോയി അവരുടെ പാസ്റ്ററോട് പറഞ്ഞു, റോയ് പാസ്റ്റർക്ക് ഒരു ദൈവവചനം അറിയാൻ വയ്യാത്ത പുള്ളി അറിയാൻ വയ്യാതെ പഠിപ്പിക്കുന്നത്. പുള്ളിക്ക് കണക്കൊന്നും അറിയത്തില്ല, ചുമ്മാതാ. പാസ്റ്റർ ചോദിച്ചു എന്തുവാന്ന് ചോദിച്ചു. 606 കഴിഞ്ഞിട്ടാണ് 586 വരുന്നത്. 586 കഴിഞ്ഞിട്ടല്ലേ 606 വരുന്നത്. അതുകൊണ്ട് പുള്ളിക്ക് കണക്കൊന്നും അറിയത്തില്ലെന്നോ. അപ്പം ആ പാസ്റ്റർക്ക് അറിയാവുന്ന പാസ്റ്റർ പറഞ്ഞു, റോയ് പാസ്റ്ററോട് ചോദിക്കുക, പുള്ളി തന്നെ അതിൻ്റെ ആൻസർ തരും. അപ്പം ഞാൻ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പുള്ളി പറഞ്ഞു, പാസ്റ്റർ എനിക്കൊരു സംശയം, 586 കഴിഞ്ഞിട്ടാണ് 596 വരുന്നത്, 596 കഴിഞ്ഞിട്ടാണ് 600 വരുന്നത്. നിങ്ങൾ നേരെ തിരിച്ചാണ് പറഞ്ഞത്, ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ ഞാൻ പറഞ്ഞ അവസാനം BC AD തമ്മിൽ പഠിപ്പിക്കേണ്ടി വന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്? BC യും AD. BC പുറകിലോട്ടാണ് പോകുന്നത്. നമ്മൾ പറയുമ്പോൾ അങ്ങനെ 586, 596, 606. അവിടുന്ന് പഠിപ്പിച്ച് വരുമ്പോൾ 606 ആദ്യം വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? 596 രണ്ടാമത് വന്ന്, 586 മൂന്നാമത് വന്ന്, ഇങ്ങനെ താഴോട്ട് വന്ന് BC ഇങ്ങനെ മേളിൽ നിന്ന് താഴോട്ട് വരിക. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ 1, 2, 3, 4, 5 അങ്ങനെ പോകുന്നത്. AD പറയുമ്പോൾ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതുപോലെ അറിയാൻ വയ്യാത്തവരോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെടുക്കാൻ പറ്റും? അപ്പോൾ ദൈവവചനം നിങ്ങൾ കേൾക്കുന്നത് ഗ്രഹിക്കാൻ ദൈവത്തോട് നിങ്ങൾ കൃപ ചോദിക്കണം. നമുക്കിന്ന് നമ്മൾ നോക്കി ഇവിടെ എല്ലാം ഈ പോർഷൻസ് എല്ലാം നമ്മൾ ചിന്തിച്ചതാണ്. ഈ പോർഷൻസ് എല്ലാം നമ്മൾ പഠിച്ചിട്ട് നമ്മൾ ഇന്ന് ഡെലിവറൻസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് വരിക. ഡെലിവറൻസ്, ആ കഥ അടയ്ക്കാൻ ഭയങ്കര സൗണ്ട് വരും. ഡെലിവറൻസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് നമ്മൾ വരിക.
എവിടെയാണ് നമ്മൾ സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ എന്നുള്ള വിഷയം പഠിച്ചുകൊണ്ടിരുന്നത്? എവിടെയാണ്? സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ വിഷയം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് എവിടെയാണ്? ഹൗ ക്യാൻ ഐ ഡെലിവേർഡ്, ഹൗ ക്യാൻ ഐ ഡെലിവർ, ഇവിടെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? ഈ ഭാഗങ്ങളിലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് കിട്ടിയോ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചപ്പോൾ ഇങ്ങനെ പഠിച്ചായിരുന്നു, പരിശുദ്ധാത്മാവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവം നമ്മുടെ ലൈഫിൽ കിടക്കുന്ന ആഴമായി കിടക്കുന്ന കാര്യങ്ങളെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരണം. ആ വെളിപ്പെടുത്തി തരാത്തടത്തോളം കാലം നമ്മുടെ മനസ്സിൽ ഇത് മറഞ്ഞു കിടക്കും. ദൈവം വെളിപ്പെടുത്തി തന്നെങ്കിലേ നടക്കത്തുള്ളൂ. നമ്മൾ 7 രീതികളിൽ ദൈവം സംസാരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. 7 രീതികളിൽ ദൈവം സംസാരിക്കും. ആ രീതികളൊക്കെ നമ്മൾ മനസ്സിലാക്കണം, പഠിക്കണം. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ദൈവമക്കളോട് പറഞ്ഞു, പഠിപ്പിച്ചു. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുക, ഓരോ വിഷയങ്ങൾ നമ്മൾ ചിന്തിക്കാൻ പോകും. ഓരോ വിഷയം എങ്ങനെയാണ് ബൈബിളിൽ ഒരാൾ വിടുതലെടുത്ത്, ഓരോ വ്യക്തികൾ വിടുതലെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പോകും. ഒന്നാമത്തെ വാക്യം വായിക്കാം. പ്രോവേർബ്സ്, സദൃശ്യവാക്യങ്ങൾ 28:13. സദൃശ്യവാക്യങ്ങൾ 28:13. കഴിഞ്ഞായിരുന്നോ? എവിടെ വരെ പഠിച്ചായിരുന്നു ഇത്? സീക്ക് ഹിസ് ഫേസ് വരെ നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ എനിക്ക് ഓർമ്മയില്ലാത്ത, നമ്മൾ പഠിക്കേണ്ടിയിരുന്നത് സീക്ക് ഹിസ് ഫേസ്. അവിടെയാണ് നമ്മൾ. ദാനിയേൽ ഇത് ഡിസ്ട്രോയ് ആൻഡ് ബ്രേക്ക് പഠിച്ചായിരുന്നോ? ഡിസ്ട്രോയ് ആൻഡ് ബ്രേക്ക് എന്നുള്ളത് പഠിച്ചോ? നെക്സ്റ്റ് സീക്ക്, ഡിസ്ട്രോയ് ആൻഡ് ബ്രേക്ക് വരെ പഠിച്ചു. നമ്മളിനിയും സീക്ക് ഹിസ് ഫേസ് പഠിക്കും. ഇവിടെ പഠിച്ചില്ല. ഇത് രണ്ടും അതിന് പഠിക്കാനുള്ളത്. അതെ, കറക്റ്റാണ്. ഞാൻ അന്നവിടെ മാർക്ക് ചെയ്തായിരുന്നു. ഇത് രണ്ടും പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് അത് രണ്ടും പഠിക്കാം. അത് രണ്ടിലേക്ക് വരാം. വേർഡൊക്കെ പഠിച്ചു. നമ്മൾ ഇത് രണ്ടെണ്ണം നമ്മൾ പഠിക്കാനുള്ളത്. ഈ 2 കാര്യങ്ങൾ, സീക്ക് ഹിസ് ഫേസ്, ഡിസ്ട്രോയ് ആൻഡ് ബ്രേക്ക് അല്ലേ? ഇത് പഠിച്ചായിരുന്നു, അങ്ങനല്ലേ? നമ്മൾ ഇത് കണ്ടു. ഞാൻ അന്നിങ്ങനെ ടിക്ക് ചെയ്തായിരുന്നു. ഇത് രണ്ടും ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു. ഡാനിയേലിൻ്റെ ചരിത്രങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്ങനെ ഡെലിവറൻസ് എടുത്തതെന്നുള്ളത് അത്രയും പറഞ്ഞൊന്ന് തൊട്ട് പറഞ്ഞു. നമുക്കിതൊന്ന് തുടങ്ങാം. സീക്ക് ഹിസ് ഫേസ്. എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വിടുതലെടുക്കേണ്ടത്? എങ്ങനെയാണ് വിടുതലെടുക്കേണ്ടത്? നിങ്ങളിത് മനസ്സിലാക്കണം. ദാനിയേൽ ഈ ബുക്ക് എഴുതുന്ന 9-ാം അധ്യായം അല്ലെങ്കിൽ ദാനിയേലിൻ്റെ പുസ്തകം എഴുതുമ്പോൾ ദാനിയേൽ എവിടെയായിരുന്നു? ദാനിയേൽ ബാബിലോണിലായിരുന്നു. എങ്ങനെയാണ് ബാബിലോണിൽ പോയത്? ബാബിലോണിൽ പോയത് 606 ബാബിലോണിയ രാജാവായ നെബൂഖദ്നേസർ വന്ന് പിടിച്ചുകൊണ്ട് പോയതാണ്. ബാബിലോണിയ രാജാവായ നെബൂഖദ്നേസർ പിടിച്ചുകൊണ്ട് പോയത്. അങ്ങനെ ദാനിയേലിൻ്റെ ചെറുപ്രായത്തിൽ പിടിച്ചുകൊണ്ട് പോയതാണ്. ചെറുപ്രായത്തിൽ ദാനിയേലിനെ പിടിച്ചുകൊണ്ട് പോയി. ദാനിയേൽ അവിടെയാണ്. പക്ഷെ ചെന്ന അന്ന് തൊട്ട് ദാനിയേൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്തോന്നറിയാമോ? ദാനിയേൽ ചെയ്ത കാര്യം, ബാബിലോണിൽ ചെന്നു. തനിക്ക് അവിടെ ഒരു സ്ഥലം കിട്ടി താമസിക്കാൻ. തൻ്റെ മുറിയിൽ ചെന്നിട്ട് യെരുശലേം എവിടെയാണ് വരുന്നതെന്ന് താൻ കണ്ടുപിടിച്ചു. യെരുശലേമിന് നേരെയുള്ള കിളിവാതിൽ തുറന്നിട്ടുകൊണ്ട് താന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. യെരുശലേമിന് നേരെയുള്ള കിളിവാതിൽ തുറന്നിട്ടുകൊണ്ട് താന് 3 നേരം മുഴങ്കാലുകളെ മടക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി. 3 നേരം. എന്തിനാണ് ദാനിയേൽ യെരുശലേമിന് നേരെയുള്ള കിളിവാതിൽ തുറന്നിട്ടത്? ഞാനത് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടല്ലേ? കിളിവാതിൽ തുറന്നിട്ടത് അത് ലേവ്യ പുസ്തകത്തിലെ ഒരു പ്രമാണത്തിൻ്റെ റൂട്ടാണ് വരുന്നത്. ലേവ്യ പുസ്തകത്തിലെ പ്രമാണം, അത് കഴിഞ്ഞ് രാജാക്കന്മാർ, ശലോമോൻ രാജാവ് ദേവാലയം പ്രതിഷ്ഠിക്കുമ്പോൾ നടത്തിയ ഒരു പ്രാർത്ഥന, ഇതിൻ്റെ എല്ലാം ഇതൊക്കെ ദാനിയേലിന് അറിയാമോ? അറിഞ്ഞിരിക്കണം. ദാനിയേൽ 17-20 വയസ്സുള്ള ദാനിയേൽ
ബാബിലോണിൽ ചെന്നു. ബാബിലോണിൻ്റെ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് ഇത്ര ദൂരമാണ്, ഇറാഖാണ്. ബാബിലോൺ എന്ന് പറഞ്ഞാൽ ഇറാഖാണ് കേട്ടോ. ഇസ്രയേലിൽ നിന്ന് ഇറാഖ് വരെ നടന്നു പോകണം. ഏകദേശം 1000 കിലോമീറ്ററോ മൈലുകളോ കാണാം. അത്രയും നടന്നുപോയി അവിടെ വരെ ചെന്ന്. എനിക്ക് എത്ര മൈലാന്ന് ഓർക്കുന്നില്ല, പക്ഷെ നല്ല ദൂരമുണ്ട്. ഇസ്രയേലിൽ നിന്നുകൊണ്ട് ഏകദേശം 1000 കിലോമീറ്ററോ മൈലുകളോ ദൂരം നടന്നുപോയി. അവിടെ ചെന്ന് ക്ഷീണിച്ചും തളർന്നും പിടിച്ചപ്പെട്ടു പോയാൽ രാജാവ് നല്ല ഓഫർ കൊടുത്തു. രാജാവിൻ്റെ മേശയിലുള്ളതെല്ലാം കഴിക്കാം, എന്തും കുടിക്കാം, നല്ല ഫുഡ് കഴിക്കാം. നമ്മളോർക്കും കർത്താവ് ഇതിലൂടെ സ്വന്തം വീട്ടിൽ കിടന്നിട്ട്. പക്ഷെ ദാനിയേൽ കൊട്ടാരത്തിലുള്ള ദാവീദ് രാജാവിൻ്റെ വംശത്തിലുള്ളതായിരുന്നു. ദാനിയേലിനെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ നോക്കിക്കേ, ഇത് കഴിഞ്ഞിട്ടും അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ കിട്ടിയത് എല്ലാ ആഹാരവും നല്ലതെല്ലാം കിട്ടിയ സമയത്ത് ഇവരത് റിജക്റ്റ് ചെയ്തു. എന്താ റിജക്റ്റ് ചെയ്യാനുള്ള കാരണം? പറഞ്ഞോ, എന്താണ് റിജക്റ്റ് ചെയ്യാനുള്ള കാരണം? റിജക്റ്റ് ചെയ്യാനുള്ള കാരണം അവരുടെ ഒരു പ്രമാണമുണ്ട്. ആ പ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശുദ്ധമായിട്ടുള്ള ആഹാരം കഴിക്കരുത്. ഇന്ന് നമ്മളെന്നും ഒരു കാര്യം നമ്മൾ പഠിച്ചോണം. നമ്മളെന്നും പഠിക്കേണ്ട ഒരു കാര്യം എന്തോന്ന് അറിയാമോ? നമ്മുടെ ലൈഫിൽ പ്രമാണം കീപ്പ് ചെയ്യാതെ നമ്മൾ വളരാൻ പറ്റത്തില്ല. നെവർ. നമുക്ക് ചില വേർഡുകൾ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. എനിക്കും അങ്ങനെയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. ഞാൻ ബാംഗ്ലൂരിൽ വരുന്ന സമയത്ത് ഞാൻ ഈ ബിജുവിനെ പോലെ ക്രിക്കറ്റ് കളിയായിരുന്നു എൻ്റെ ഒരു മെയിൻ ഒരു ബിസിനസ്. എനിക്കെന്ത് വൈകിട്ടാകുമ്പം പിള്ളേർ, അന്ന് കുടുംബവും ഇല്ല, ഒന്നുമില്ല, അപ്പനും അമ്മയും കൂടെ ഇവിടെ വരുന്നതൊക്കെ സമയത്ത് മുമ്പേ കളിക്കാൻ പോവുക, പിള്ളേരെല്ലാം കൂടി കളിക്കാൻ പോവുക, പിന്നെ ഫുഡ് അടിക്കുക, ഹോട്ടലിൽ പോയി കളിയൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര വിശപ്പാണ്. ഫുഡ് അടിക്കുക, കഴിക്കുക, വന്ന് കിടക്കുക, പിറ്റേ ദിവസം ജോലിക്ക് പോവുക. ഇത്രേ ഉള്ളൂ. ജോലി ചെയ്യുന്നതിനിടയ്ക്ക് ഇഷ്ടം പോലെ ഫ്രീ ടൈം ഉണ്ട്, കളിക്കാം, ഇതെല്ലാം ചെയ്യാം, ഇങ്ങനെ മുന്നോട്ട് പോകാം, ഇങ്ങനെ കാര്യങ്ങളെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അന്നൊക്കെ എന്നോട് ആൾക്കാർ പറയും, നീ ഇമ്പോർട്ടൻ്റായിട്ട് പ്രാർത്ഥിക്കണം. ഞാനവർക്ക് പ്രാർത്ഥിക്കുന്നതിൻ്റെയൊക്കെ ആവശ്യം എന്തുവാ? പ്രാർത്ഥിക്കുന്നതിന് എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുമായിരുന്നു. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പം ഞാൻ ചില ദൈവവചനം കേട്ടു, ജീവിതത്തിൽ ഡിസിപ്ലിൻ ഇല്ലാത്തവൻ ഉയരത്തില്ലെന്ന്. പോന്നെ ഞാൻ ഓർത്തിട്ട് അനോയിൻറ്റിങ് കിട്ടിയാൽ പോരാ ഉയരാൻ. അനോയിൻറ്റിങ് കിട്ടിയാൽ പോരാ. അനോയിൻറ്റിങ് കിട്ടിക്കഴിഞ്ഞാൽ പ്രാർത്ഥന വേണോ? അനോയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ അതിങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളങ്ങ് കയറി നിൽക്കുമ്പോൾ അങ്ങ് ഷൈൻ ചെയ്യല്ലേ. ബാക്കി സമയത്തൊക്കെ നമുക്കിങ്ങനെ എങ്ങനെയെങ്കിലും അങ്ങ് നടക്കാമല്ലോ. പക്ഷെ ചില ആൾക്കാർ പഠിപ്പിക്കുന്നത് ഞാൻ അവിടെ ഇവിടെ കേട്ടു, ഡിസിപ്ലിൻ, പ്രാർത്ഥനയും ഉപവാസവും ഇല്ലാതെ ഉയരത്തില്ല. ഒരാളുടെ മീതെ അനോയിൻറ്റിങ് വീണാൽ പോലും ആ അനോയിൻറ്റിങ് മാഗ്നിഫൈ ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ ഓർത്ത് ഇതൊക്കെ ചുമ്മാതെ പറയുന്നതായിരിക്കും. പിന്നെ എനിക്ക് മനസ്സിലായി ഇതിൻ്റെയൊക്കെ വാല്യൂ. കാരണം ജീവിതം നമ്മളെ അനുഭവവും ജീവിതവും പഠിപ്പിച്ചു. ഇതുപോലെ ആ സ്പിരിച്വൽ കാര്യങ്ങൾ ദൈവം എനിക്ക് തന്ന വലിയൊരു കൃപയെന്ന് പറയും. എൻ്റെ ചെറുപ്രായം തൊട്ടേ ഈ മെച്ചുവേർഡായിട്ടുള്ളതും അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ആൾക്കാരുടെ കൂടെ നടക്കാനും കാണാനും ഒക്കെ ദൈവം വലിയൊരു കൃപ വന്നു. അതുകൊണ്ട് എൻ്റെ ലൈഫിനകത്ത് എൻ്റെ 20കൾ തൊട്ട്, 20ന് മുമ്പേ കുറേ സമയം പോയി, രാഷ്ട്രീയത്തിനും കളിക്കാനും ഒക്കെ പോയി കുറേ നാളുകൾ വേസ്റ്റായിപ്പോയി. പക്ഷേ 20കൾ തൊട്ട് എൻ്റെ സമയം ഒത്തിരി വേസ്റ്റാകാൻ ദൈവം അനുവദിച്ചില്ല. ദാനിയേൽ നേരെ ചെന്നു, യൗവനപ്രായത്തിലാണ്, 17 വയസ്സുള്ള ചെന്നപ്പോൾ ആഹാരം കൊടുക്കുമ്പോൾ ആ നല്ല കഴിക്കേണ്ട പ്രായമല്ലേ, എല്ലാം കഴിക്കേണ്ടതല്ലേ. പക്ഷെ എന്തോ പറ്റി? കഴിച്ചില്ല, മാറ്റിവെച്ചു. എന്താ മാറ്റിവെച്ചതിൻ്റെ കാരണം? യഹൂദൻ കഴിക്കേണ്ടത് കോഷർ ഫുഡ് മാത്രമേ കഴിക്കത്തുള്ളൂ. യഹൂദൻ കോഷർ ഫുഡ് എല്ലാം കഴിക്കാൻ പറ്റത്തില്ല. ദൈവമേ, അങ്ങനെ കൃപ എനിക്കും കൂടെ തരണേ. എല്ലാം ഞാനന്ന് എന്ത് കിട്ടിയാലും കഴിക്കും, ഏത് സമയം തെറ്റി കഴിക്കും. അതാ എൻ്റെ ബലഹീനത. ആ കഴിക്കുമ്പോൾ വയറ് നിറച്ചാൽ കഴിക്കും. ഇതൊക്കെ ആരോഗ്യത്തിന് പ്രശ്നം. പക്ഷേ ദാനിയേൽ ചെയ്തത് എന്തുവാ? ചെന്നെടുത്ത് എല്ലാം കഴിച്ചില്ല. ദാനിയേൽ പറഞ്ഞു, ഞങ്ങളെ പരീക്ഷിച്ച് നോക്ക്. 10 ദിവസം പരീക്ഷിച്ചു. 10 ഇരട്ടി ജ്ഞാനം ദൈവം കൊടുത്തു. 10 ദിവസം പരീക്ഷിച്ചു. എത്ര ഇരട്ടി ജ്ഞാനം കൊടുത്തു? പറഞ്ഞു, 10 ഇരട്ടി ജ്ഞാനം. ആഹാരവും ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും പഠിപ്പിക്കാം. ആഹാരവും പാപവുമായിട്ട് കണക്റ്റഡാണ്. ആഹാരവും ജ്ഞാനവും ആയിട്ട് കണക്റ്റഡ്.
ഞാൻ പറഞ്ഞ മനസ്സിലായോ? ആഹാരവും പാപവും ആയിട്ട് കണക്റ്റഡാണ്. ആഹാരവും ജ്ഞാനവുമായിട്ട് കണക്റ്റഡാണ് കേട്ടോ. നമ്മുടെ വികാരങ്ങൾ, ജ്ഞാനം, ചിന്തകൾ ആഹാരവുമായിട്ട് കണക്റ്റഡാണ്. നമ്മൾ കഴിക്കേണ്ടതേ കഴിക്കാം. ദൈവം പറഞ്ഞു നിൻ്റെ ശരീരം വിശുദ്ധമാണ്, നീ അതുകൊണ്ട് വിശുദ്ധമായതേ കഴിക്കാവൂ. അവിടെ ചെന്നു ദാനിയേൽ കിളിവാതിൽ തുറന്നിട്ട് എന്തിനാന്ന് പറഞ്ഞു. 9-ാം അധ്യായത്തിലോട്ട് വന്നു. 9-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചേ. ദാനിയേൽ കാവല് നഷ്ടമായതാ ബാബിലോണിലെ പ്രശ്നം. കാവല് നഷ്ടമായി, ശത്രു വന്ന് കയറി, തകർന്നു പോയി, എല്ലാം സംഭവിച്ചിട്ട് ഇപ്പം ഇവിടെ വന്നേക്കാം. ദാനിയേൽ 70 വർഷം എത്താറാകുമ്പോൾ, ഏകദേശം 68 വർഷം എത്താറാകുമ്പോൾ ദാനിയേൽ എന്തോ പ്രാർത്ഥിക്കുന്നത്, എന്തോ ഏറ്റു പറയുന്നത്. വായിച്ചേ. കർത്താവേ, ഞാൻ ഉപവസിച്ചും രട്ടുടുത്തു വെണ്ണീരിലിരുന്നും കൊണ്ട്. ആൻറ്റി, ആ വേർഡ് നമുക്ക് നിർത്തിട്ടോ. ഞാൻ ഉപവസിച്ചു. ദാനിയേൽ ആരാ? ദാനിയേൽ ഇപ്പം ആരാ? ഗവർണർ, ചീഫ് ഗവർണറാണ് ഇപ്പം. ഗവർണറും ചീഫ് ഗവർണറും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? 3 രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ ദാനിയേൽ ഗവർണറും ചീഫ് ഗവർണറുമായി. അങ്ങനെയാണ് ദാനിയേൽ. രാജാക്കന്മാർ മാറി. 1-ാമത്തെ രാജാവ് നെബൂഖദ്നേസർ രാജാവിൻ്റെ കാലത്ത് ഗവർണറായിരുന്നു, ഹൈ പൊസിഷനിലായിരുന്നു. ബെൽസസറിൻ്റെ കാലത്ത് ഗവർണറായിരുന്നു. ദാര്യാവേശിൻ്റെ കാലത്ത് ചീഫ് ഗവർണറായിരുന്നു. കാരണം 126 ഒത്തിരി സംസ്ഥാനങ്ങളിൽ എല്ലാ ഗവർണർമാരുമുണ്ട്. ആ ഗവർണർമാർക്ക് മീതെ 3 ഗവർണർമാരുണ്ട്. ആ 3 ഗവർണറിൽ ഒരാളായിരുന്നു. പിന്നെ കഴിഞ്ഞ് പുള്ളി അടുത്ത ആളായി. ബെൽസസറിൻ്റെ കാലം എത്തിയപ്പോഴത്തെ പുള്ളിക്ക് ഭയങ്കര ഉയർച്ചയായി. അപ്പം ആ ദാനിയേൽ എന്തോ എടുക്കുമെന്ന് പറഞ്ഞ് ഉപവസിക്കുമെന്ന്. ഗവർണറിന് ഉപവസിക്കാൻ സമയമുണ്ടായിരുന്നു. അടുത്തത് എന്തുവാ? രട്ടുടുത്തു. എന്തുവാ രട്ടുടുത്തു എന്ന് പറഞ്ഞാൽ? രട്ടെന്ന് പറഞ്ഞാൽ താഴ്മയെ കാണിക്കുന്ന, ദൈവസന്നിധിയിൽ താഴ്മപ്പെടാൻ കാണിക്കുന്ന, താഴ്മ ധരിക്കാൻ കാണിക്കുന്നതാണ് രട്ടുടുക്കുക. രാജകീയ വസ്ത്രം, സ്വന്തം വസ്ത്രം ഊരി വെച്ച് താഴ്മയെ ചിത്രീകരിക്കുന്ന അങ്ങനെയുള്ള മനോഭാവത്തെ കാണിക്കുന്നത് രട്ടുടുത്ത്. ഞാൻ ദൈവസന്നിധിയിൽ ഹമ്പിളാകുന്നു, അത് കാണിക്കുന്നു. എന്നിട്ട് എന്ത് പറയും എഴുതിയേക്കുന്നത്? രട്ടുടുത്തു പൂഴി വാരി കിട്ടുന്നു. എന്തുവാ? വെണ്ണീറിലിരുന്നു അല്ലേ? വെണ്ണീറിലിരുന്നും കൊണ്ട് ഞാൻ പ്രാർത്ഥനയോടും യാചനയോടും. ബൈബിളിൻ്റെ വലിയൊരു പ്രമാണമാണ്. എൻ്റെ മനസ്സ് ക്ലിയർ ആകാതെ, എൻ്റെ ജീവിതത്തിൽ ക്ലിയർ ആക്കേണ്ടത് ക്ലിയർ ആക്കാതെ എനിക്ക് പ്രാർത്ഥിക്കാതിരുന്നാൽ ദൈവം കേൾക്കത്തില്ലെന്ന് ഞാൻ പറയുന്നത് ഇച്ചിരി കട്ടിയായിരിക്കും. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രമാണം എന്തോ? എൻ്റെ ഹൃദയവും എൻ്റെ ആറ്റിറ്റ്യൂഡ്, എൻ്റെ മനോഭാവം ദൈവസന്നിധി ക്ലിയർ ആകണം. കയ്പ് വെച്ചോണ്ട്, റിവഞ്ച് വെച്ചോണ്ട് എൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നിന്നോട് ഇടപെടത്തില്ല. ഞാൻ ഇതിൻ്റെയൊക്കെ അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയ എല്ലാത്തിനെയും വിട്ടുകളാണ്. ലെറ്റ് ഇറ്റ് ഗോ. അതെല്ലാം പോട്ടെ, എല്ലാം വിട്ടുകളയട്ടെ. മനഃപൂർവ്വം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ദൈവമേ, ഈ നമ്മുടെ ഉള്ളിൽ ദേഷ്യവും ഒക്കെ പാരമ്പര്യമായിട്ട് ചില സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഇനി അല്ലാതെ പിന്നെ നമ്മളും കൂടി ഇതിനകത്ത് ചുമ്മിക്കൊണ്ട് നടക്കണ്ട. അവസാനം മീൻസ് ഇതൊക്കെ പോയി ഒരു സമയം കഴിയും പിന്നെ എനിക്ക് ഉയരാൻ പറ്റത്തില്ല. എത്ര ശ്രമിച്ചാലും ഉയരാൻ പറ്റത്തില്ല. എന്നെ തകർത്ത് കളയും. ഞാൻ പിന്നെ എത്ര കിടന്ന് ചാടിയാലും എന്തൊക്കെ ചെയ്യും എനിക്ക് ഉയരാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് ആകുന്ന സമയത്ത് ഇതിനെയെല്ലാം വിടണം. മനസ്സിന് പറ്റുന്ന സമയത്ത് എല്ലാം വിട്ടിട്ട് ബ്ലസ് ചെയ്യണം. ഇപ്പം ദാനിയേൽ ചെയ്തത് എന്തുവാ? എല്ലാം രട്ടുടുത്തു യാചനകളോടും പ്രാർത്ഥനയോടും ഞാൻ ദൈവമുമ്പാകെ എന്നെ താഴ്ത്തി. ദിനവൃത്താന്ത പുസ്തകത്തിലൊരു വാക്യമാണ്, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തണം, എന്നിട്ട് എൻ്റെ മുഖം അന്വേഷിക്കണം. മനസ്സിലാവുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്? എന്തും കൊണ്ടാണ് പല പ്രാർത്ഥനയ്ക്ക് മറുപടി തരാത്തത്? ഞാൻ രസകരമായിട്ടൊരു കാര്യം പറയാം. ഒരു പുള്ളിയെ സ്നാനപ്പെടുത്താൻ ഒരു പാസ്റ്ററുണ്ട്.
സ്നാനപ്പെടുത്താൻ കൊണ്ടുപോയ കൂട്ടത്തിൽ പാസ്റ്റർ സ്നാനപ്പെടുത്താൻ തുടങ്ങിയപ്പം പുള്ളി കൈ ഇങ്ങനെ ഉയർത്തിപ്പിച്ച് വെക്കുക. പാസ്റ്റർ സ്നാനപ്പെട്ടപ്പോൾ ഈ കൈ മുങ്ങിയിട്ടില്ല, കൈ കുറച്ച് തന്നു. ഇപ്പോൾ പാസ്റ്റർ ഓർത്ത് ഇവൻ ഹല്ലേലൂയ പറയായിരിക്കും. പാസ്റ്റർ പറഞ്ഞ ബ്രദറെ, കുഴിച്ചിടുന്നതിന് തുല്യമാ സ്നാനം, അപ്പോൾ നീ മൊത്തം മുങ്ങണം, ഒന്നും കൂടെ മുങ്ങണമെന്ന് പറഞ്ഞു. കാരണം 1000 വട്ടം 99 പ്രാവശ്യം തെറ്റായിട്ട് സ്നാനപ്പെട്ടാലും ഒരു പ്രാവശ്യം നേരെ ചൊവ്വേ സ്നാനപ്പെടണം. അപ്പോൾ ഇവനോട് പറഞ്ഞു, ഇനി ഞാൻ നിന്നെ മുക്കാൻ പോകും, നീ കൈ പൊക്കല്ലേ. ഇവൻ പിന്നെ മുങ്ങാൻ തുടങ്ങി, കൈ പൊക്കി. ഒരു 3 പ്രാവശ്യം കഴിഞ്ഞപ്പോൾ പാസ്റ്റർ 3 പ്രാവശ്യം എന്നെ മുക്കിയപ്പോഴും ഇവൻ്റെ കൈ മുങ്ങുന്നില്ല. അപ്പോൾ പാസ്റ്റർ ചോദിച്ചു, എന്തിനാ, ഒരു തമാശാണേ, നീ എന്തിനാടാ ഇങ്ങനെ കൈ പൊക്കെന്ന് ചോദിച്ചു. പാസ്റ്ററെ, എൻ്റെ കൈ ഇപ്പം മുക്കണ്ട, ഒരുത്തിനിട്ട് ഒരെണ്ണം കൊടുക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് എൻ്റെ കൈ മുക്കിക്കൊള്ളാം, അതുകൊണ്ടാണ് കൈ പൊക്കി. ഈ കൈ ഇപ്പം സ്നാനപ്പെടുത്തണ്ട, ഒരുത്തനിട്ട് ഒരെണ്ണം കൊടുക്കാനുണ്ട്, ഒരു കണക്ക് ഞാൻ തീർക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ട് വന്ന് ഈ കൈ ഞാൻ പിന്നീട് സ്ഥാനപ്പെടുത്തുള്ളൂ, ഇപ്പോൾ എൻ്റെ ബാക്കി സ്ഥാനപ്പെടുത്തിയേക്കാൻ. ഈ പരിപാടി നടക്കത്തില്ല, ഈ പരിപാടി നടക്കത്തില്ല. സ്നാനമെന്ന് പറഞ്ഞ് എല്ലാം വിട്ട് കളയുന്നു, നിന്റെ പഴയ മനുഷ്യനെ കൊന്നുകളയുന്നത്. ഇതുപോലെയാണ് നീ ദൈവസന്നിധിയിൽ താഴ്മ ധരിക്കേണ്ടത്. ദൈവസന്നിധിയിൽ താഴ്മ ധരിക്കണം. ദൈവസന്നിധിയിൽ തന്നെത്താൻ താഴ്ത്തി ദാനിയേൽ താഴ്ത്തി 3 ആഴ്ചവട്ടക്കാലം താൻ വെണ്ണീരിലിരുന്ന് രട്ടുടുത്ത് ഗവർണർ ഉപവസിക്കാൻ തുടങ്ങി. എന്തിനാ ഉപവസിക്കുന്നത്? തനിക്ക് വേണ്ടിയിട്ടല്ല, തനിക്ക് വേണ്ടിയിട്ട് ഏറ്റു പറയുന്നുണ്ട്, തൻ്റെ ദേശത്തിനു വേണ്ടി. തൻ്റെ കർത്താവേ, അടുത്ത വീട് വായിച്ചു, ഞങ്ങളുടെ പിതാക്കന്മാർ രാജാക്കന്മാർ, വായിച്ചു. ആ ഞാൻ പാപം ചെയ്തു, ഞാൻ വികടമായി, ഞങ്ങൾ വികടമായി നടന്നു, ദുഷ്ടത പ്രവർത്തിച്ചു, ഞങ്ങൾ മത്സരിച്ചു, നിന്റെ കൽപ്പനകളും ചട്ടങ്ങളും വിട്ടുമാറിയിരിക്കുന്നു. അടുത്തത്, ഇനി അടുത്തത് പറയുന്നത് എന്താ അറിയാമോ? ആദ്യമേ വ്യക്തിപരമാണ്. അങ്ങനെ എഴുതിയേക്കുന്ന അങ്ങനെയല്ലേ ആൻറ്റി? കർത്താവേ, ഞാൻ പാപം ചെയ്തു, ഞങ്ങൾ വികടമായി നടന്നു, എൻ്റെ ലൈഫിൽ തെറ്റുകൾ, എൻ്റെ കുടുംബത്തിനകത്ത് അഴുക്കുണ്ടപ്പ, അശുദ്ധി ഉണ്ടപ്പ, എന്നെ കഴുകണേ. രണ്ടാമത് താൻ തുടങ്ങുക. ഒന്നാമത്തെ നിങ്ങൾ എഴുതി വെച്ചോ, വ്യക്തിപരമായി ഏറ്റു പറയണം, വ്യക്തിപരമായി ഏറ്റു പറയണം. രണ്ടാമത്തേത് ഏറ്റു പറയേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമോ? ഞങ്ങളുടെ രാജാക്കന്മാർ, പിതാക്കന്മാർ, പ്രഭുക്കന്മാർ. രാജാക്കന്മാരെന്തി? മരിച്ചു പോയില്ലേ? ഞങ്ങളുടെ പിതാക്കന്മാരെന്തി? മരിച്ചു പോയില്ലേ? ഞങ്ങളുടെ പ്രഭുക്കന്മാരെന്തി? 70 വർഷം മുമ്പേ അവരൊക്കെ ചിലത് മരിച്ചു, വെട്ടിക്കൊന്നു കളഞ്ഞു. നെബൂഖദ്നേസർ കൊന്നു കളഞ്ഞു ഒത്തിരി പേര്. അവരുടെ പാപം ഏറ്റു പറയണം. അവർ വന്നതിന്, അവർ ചെയ്തതിനെ നിൻ്റെ ലൈനിൽ, നീ ആ ബ്ലഡ് ലൈനിലുള്ളതാണ്, ബ്ലഡ് ലൈനിലുള്ളതാണ്. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ ഞാനൊരു ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. നോക്കിക്കേ, ഇതൊരു വലിയ ട്രീയാണ്, ഇതൊരു വലിയ ട്രീയാന്ന് വെച്ചു. ഇതിൻ്റെ ഒരു റൂട്ടിന് ഭയങ്കര ഡാമേജായി, ഒരു റൂട്ട് ഡാമേജായി. ഈ റൂട്ട് ഡാമേജ് ആയത് നിമിത്തം ഈ ട്രീയെ ബാധിക്കുമോ? അല്ലെ ഈ ഒരു റൂട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതാണ്, അത് നിമിത്തം ഈ ട്രീയെ അത് ബാധിക്കുമോ? ബാധിക്കും. ഈ റൂട്ട് കയ്പാണെങ്കിൽ ട്രീ അങ്ങനെ ഇരിക്കും, കയ്പുള്ളതായിരിക്കും. മനസ്സിലാകും? ഈ ഒരു റൂട്ട് മധുരമുള്ളതാണ്, അടുത്ത ഈ ബാക്കിയുള്ള ട്രീക്കകത്തോണ്ട് എന്തോ ആവും? ഞാൻ ഉദാഹരണം, മധുരം. ഒരു ട്രീ, ഒരു റൂട്ട് അങ്ങനല്ല, എല്ലാത്തിനും ഒന്നതാണ്. പുളിപ്പുള്ളതാണെങ്കിൽ ഈ മരം അതുപോലെ ആയിരിക്കും, മരത്തിനകത്ത് അതുപോലെ ആയിരിക്കും. അതുകൊണ്ട് ഈ റൂട്ടിൽ എന്താ ഉള്ളത്? ഫാമിലി ട്രീ ഇങ്ങനെ, ഫാമിലി ട്രീ ഇങ്ങനെ. ഞാൻ ജനിച്ചു വീണ കുടുംബം എന്താണോ ആ സ്ട്രക്ചറും ആ ഇമോഷനും ആ സൈക്കോളജി, ഞാനിത് കൂടുതലും ബ്രേക്കിംഗ് ദ ജനറേഷൻ പ്രോബ്ലം എടുക്കുമ്പോൾ പഠിപ്പിക്കാം. എൻ്റെ ലൈഫ് അങ്ങനെ ആയിരിക്കും, എൻ്റെ കുടുംബത്തിനകത്ത് എങ്ങനെയാണ് അതുപോലെ ഇരിക്കും ഞാൻ. എൻ്റെ മാതാപിതാക്കൾ എങ്ങനെയാണ്, അല്ലേ? അതുകൊണ്ട് പിതാക്കന്മാർ വരുത്തി വെച്ചതിനെ ആ ഫാമിലി ട്രീ എന്ന് പറയുന്ന സിസ്റ്റത്തിലായതുകൊണ്ട് ആ ഫാമിലിയിലുള്ളവരുടെ ലൈഫിൽ ഈ പ്രശ്നങ്ങൾ വരാം. അവർ മരിച്ചു പോയെങ്കിൽ പോലും
പുതിയ നിയമത്തിനകത്ത് യേശു കർത്താവ് എന്നെ വീണ്ടെടുത്തു, എന്നെ രക്ഷിച്ചു, എന്നെ ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് വീണ്ടെടുത്തു. ഇതൊക്കെ പറയുന്നതിൻ്റെ വേർഡ് ന്യായപ്രമാണം ശാപമല്ല, ന്യായപ്രമാണം അനുഗ്രഹമാണെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ എന്തോ ശാപമെന്ന് പറഞ്ഞേക്കുന്നത്? അവിടെ പറഞ്ഞേക്കുന്നത് പ്രവൃത്തിയാലുള്ള നീതീകരണമോ അല്ലെങ്കിൽ നിയമത്തെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. ആ ന്യായപ്രമാണത്തിനകത്തൂടെ കിട്ടിയ അല്ലെങ്കിൽ അതിനകത്ത് എഴുതിയിരുന്ന ശിക്ഷയുടെ ശാപം മൊത്തം യേശു വഹിച്ചു. ന്യായപ്രമാണം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രമാണം തെറ്റിച്ചത് നിമിത്തമാണ് പാപം നിമിത്തം മരണം വന്ന്. ആ മരണം യേശു കർത്താവ് ഏറ്റെടുത്തു. പാപത്തിൻ്റെ ശമ്പളമായിട്ട് മരണം മാത്രമല്ല, രോഗവും തകർച്ചയും വന്നു. അത് ആരേറ്റെടുത്തു? യേശു കർത്താവ് ഏറ്റെടുത്തു. യേശു കർത്താവ് ഏറ്റെടുത്തു. ഇതെല്ലാം യേശു കർത്താവ് ഏറ്റെടുത്ത് ക്രൂശിന്മേൽ നീക്കി എന്നെ വീണ്ടെടുത്തു. എന്നെ വീണ്ടെടുത്തപ്പം യേശു കർത്താവ് എൻ്റെ ആത്മാവിനെ രക്ഷ തന്നു. എന്തിനു രക്ഷ തന്നേ? ആത്മാവിന് രക്ഷ തന്നു. എൻ്റെ ശരീരം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല ഇതുവരെ. പൗലോസ് തന്നെ പറയുന്നുണ്ട്, ഒടുക്കത്തെ നാളിൽ എൻ്റെ കർത്താവ് എന്നെ വീണ്ടെടുക്കും. മർത്യമായത് അമർത്യമായതിനെയും ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും നീങ്ങി മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നുള്ള വാക്ക് നിറവേറും. ഇത് നിറവേറുന്നിടം വരെ എന്തു പറ്റുമെന്നറിയാമോ? ജഡത്തിൽ വസിക്കുന്നിടത്തോളം കാലം നമുക്ക് പ്രശ്നമുണ്ട്. ജഡത്തിൽ വസിക്കുന്നിടത്തോളം കാലം നമുക്ക് എന്തോ ഉണ്ട്? പ്രശ്നമുണ്ട്. അപ്പം നമ്മുടെ ലൈഫിലും പിതാക്കന്മാർ വഴി വന്നതിനെ ചിലതിനെ എന്തോ എടുക്കണം? ഏറ്റുപറയണം. പിതാക്കന്മാർ വഴി വന്നതിനെ നമ്മൾ ഏറ്റുപറയണം. പക്ഷെ പിള്ളേരങ്ങോട്ട് പോയി. പിതാക്കന്മാർ വഴി വന്നതിനെ എന്തോ പറ്റണമെന്നറിയാമോ? ഏറ്റുപറയണം. അതിനെ നമ്മൾ ഉപേക്ഷിക്കണം. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ എന്തോ പറഞ്ഞേക്കുന്നേ? ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ദാനിയേൽ ആരുടെയൊക്കെ പാപങ്ങളെ ഏറ്റുപറയുന്നേ? സ്വന്തം പാപം. 2 രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, പിതാക്കന്മാർ, ഇവരുടെ എല്ലാം കുറവുകൾ ഏറ്റുപറയും. അവരെല്ലാം എന്ത് ചെയ്യും? അവരെല്ലാം മരിച്ചുപോയി. അപ്പം വിടുതൽ എടുക്കണോ? നിങ്ങൾ വിടുതലിന് വേണ്ടി സ്പെസിഫിക് ടൈം മാറ്റി വെച്ച് ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. വിടുതൽ എടുക്കണം, എന്തോ എടുക്കണം? സ്പെസിഫിക് ടൈം അതിനു വേണ്ടി പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും മാറ്റി വെച്ചിരിക്കണം. മാറ്റി വെച്ചില്ല, ആരതിനു വേണ്ടി മാറ്റി വെച്ച് പ്രാർത്ഥിക്കാനിരിക്കുമോ അവരുടെ ലൈഫിൽ ഈ കെട്ടുപൊട്ടും. ഞാൻ പറയുന്ന വേർഡ് വളരെ സൂക്ഷിച്ച്, ഇച്ചിരി കട്ടിയാ. ഞാൻ പ്രാർത്ഥിക്കാൻ ഇരുന്നത് കൊണ്ട് ഒരു പക്ഷേ മറ്റൊരാൾക്ക് വിടുതൽ കിട്ടണമെന്നില്ല. ഒരു കുടുംബത്തിൽ 4-5 മക്കളുണ്ട് എന്ന് വെച്ചോ. 4-5 മക്കളുണ്ട്. ഒന്നാമത്തവൻ ഈ കെട്ടിനകത്തുനിന്ന് അങ്ങ് പുറത്തു വരാൻ പ്രാർത്ഥിച്ച് ഉപവസിച്ച് താൻ കെട്ടങ്ങ് പൊട്ടിച്ചു. വീട്ടിലെ ഒരു ചെറുക്കൻ കെട്ടങ്ങ് പൊട്ടിച്ചു. അവൻ പ്രാർത്ഥിച്ചു ഉപവസിച്ച് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത് കുറേ നാളുകളായി. ഈ പുള്ളിക്ക് വിടുതൽ കിട്ടും. തൻ്റെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും വിടുതൽ കിട്ടണമെന്നില്ല. തൻ്റെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഇവൻ്റെ ലൈഫിൽ ആ കെട്ടുപൊട്ടി. ദൈവം ഇവിടെ നിന്നുകൊണ്ട് അവൻ്റെ ആ വിത്തെടുത്ത് വേറെടുത്ത് കൊണ്ടുവന്ന് നട്ടു, അവനെ വളർത്തി. ഇവൻ്റെ കൈപ്പിനെ മാറ്റി, ഇവൻ രുചിയുള്ളവനായി തീരും. പക്ഷെ ഇപ്പോഴും മറ്റേ ആൾ സ്റ്റിൽ എവിടെയാ? സഹോദരന്മാർ ഏത് മരത്തിലാണ്? ഈ ഫാമിലി ട്രീയിലാണ്. പക്ഷെ ഇവനെ ദൈവം അടർത്തിയെടുത്ത് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അവനവൻ പ്രാർത്ഥിച്ചിരിക്കണം, ഉപവസിച്ചിരിക്കണം. അവനവൻ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ സഹോദരന്മാർക്ക് വിടുതലാവുന്നൊന്നും ബൈബിളിലില്ല, സഹോദരിമാർക്ക് വിടുതലാവുന്നൊന്നുമില്ല. നിങ്ങളുടെ കുടുംബത്തിന് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. പക്ഷെ കുടുംബമായിട്ട് ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. ദാനിയേൽ പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും തുടങ്ങി. ദാനിയേലിൻ്റെ ലൈഫിൽ വിടുതൽ കിട്ടാൻ തുടങ്ങി. നോക്കിയേ, ഇതിൻ്റെ ചരിത്രങ്ങൾ ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയ സമയം പോകും. പക്ഷേ ദാനിയേലിൻ്റെ പുസ്തകങ്ങളൊക്കെ എപ്പോഴെങ്കിലും പഠിക്കുന്ന സമയത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്ക്, BC 720 ഒരു വാക്ക്, ആ 720 പറഞ്ഞൊരു വചനം ദാനിയേൽ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ നിവർത്തിയായി. അപ്പം വിടുതൽ കിട്ടണമെങ്കിൽ എന്തോ ചെയ്യണം? ഒന്നാമത്തെ കാര്യം ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, ദൈവത്തോട് ഏറ്റുപറയണം. അതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ടൈം മാറ്റി വെക്കണം. രണ്ടാമത്തേത്
നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ പഠിക്കാനുള്ളത് ചിന്തിച്ചു. കിട്ടും. 3 ആഴ്ചവട്ടക്കാലം ദാനിയേൽ ഏറ്റു പറഞ്ഞു. കിട്ടുന്നുണ്ടോ നിങ്ങൾക്കത്? 3 ആഴ്ചവട്ടക്കാലം. നിങ്ങളുടെ ലൈഫിൽ അടുത്ത 21 വർഷം സ്ട്രഗിൾ ചെയ്യുന്നതിന് പകരം ഒരു 21 ദിവസം മാറ്റി വെച്ച് അടുത്ത 21 വർഷം സ്ട്രഗിൾ ചെയ്യണ്ട. ഞാൻ ചുമ്മാ ഒരു കണക്ക് പറഞ്ഞ കേട്ടോ. 21 വർഷം സ്ട്രഗിൾ ചെയ്യുന്നതിന് പകരം ഒരു 21 ദിവസം ഒന്ന് മാറ്റി വെച്ച് 3 ആഴ്ചവട്ടക്കാലം ഡെഡിക്കേറ്റഡ് ആയിട്ട്. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അവരുടെ ലൈഫിൽ വിടുതലായി തീർന്നു. ദാനിയേൽ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, വിടുതലെടുത്തു. ദാനിയേലിൽ കൂടെയാണ് വിടുതൽ. ദാനിയേലിൽ കൂടെ ദാനിയേൽ ആ വിടുതലിൻ്റെ വലിയൊരു ഭാഗമായി തീർന്നു. യെശയ്യാ പ്രവാചകൻ്റെ ആ പുസ്തകത്തിലെ വാക്യം എന്തോന്ന് ഞാൻ പറയാം. ഇന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ, ചരിത്രങ്ങളിൽ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും ഞാൻ എൻ്റെ ദാസനായ യാക്കോബ് നിമിത്തം, എൻ്റെ വൃതനായ യാക്കോബ് നിമിത്തം നിനക്ക് തുറന്നു വരും. ഇരുട്ടിലെ നിക്ഷേപങ്ങൾ, മറവിടങ്ങളിലെ ഗുപ്തനിധികൾ ബാബിലോണിൻ്റെ വെൽത്തായിരുന്നത്. ബാബിലോണിൻ്റെ വെൽത്ത് മുഴുവനും ദാനിയേലിൽ കൂടെയാണ് ഇസ്രായേൽ മക്കളിലേക്ക് കൈമാറ്റം ചെയ്തത്. കാരണം ദാനിയേൽ അവിടുത്തെ 3ാമനാണ്. ദാനിയേൽ ബെൽസസർ ഭരിക്കുമ്പം ഒരു നിയമമുണ്ട്, 3ാമനായി വാഴിക്കാം. അത് തന്നെയല്ല, പ്രാർത്ഥിച്ചവൻ്റെ കയ്യിൽ അത് എത്തിച്ചു. പ്രാർത്ഥിച്ചവൻ്റെ കയ്യിൽ ദാനിയേലിന് ആ വെൽത്ത് കിട്ടി. ദാനിയേലിൻ്റെ കൈ കിട്ടിയ വെൽത്ത് ദാനിയേൽ തക്കതായിട്ട് സെരുബാബേലിൻ്റെ കയ്യിലോ യോശുവയുടെ കയ്യിലോ 1ാമത്തെ യാത്രയിൽ പോയവരുടെ കയ്യിൽ കൈമാറി. ഇരുട്ടിലെ നിക്ഷേപങ്ങൾ, മറവിടങ്ങളിലെ ഗുപ്തനിധികൾ ദൈവം തുറന്നു തരും. ആർക്ക് തുറന്നു തരും? പ്രാർത്ഥിക്കുന്നവന് തുറന്നു തരും. സീക്ക് ഹിസ് ഫേസ്. നിങ്ങളുടെ ലൈഫിൽ ഇന്നൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. മുടങ്ങിക്കിടക്കുന്ന നന്മകളെല്ലാം കർത്താവ് റിലീസ് ചെയ്യപ്പെടട്ടെ. ഡാമിൽ നിന്ന് വെള്ളം തുറന്നു വിടുന്നത് പോലെ, ഒരു ഉറവ പൊട്ടി ഒഴുകുന്നത് പോലെ നിങ്ങളുടെ ലൈഫിലേക്ക് മുടങ്ങിക്കിടന്നത്, ഇത്രയും നാളും കാണാതെ കിടന്നത്, പ്രാർത്ഥിച്ചവൻ്റെ ലൈഫിലേക്ക്, അഭിഷേകത്തിൻ്റെ അകത്ത് ദൈവത്തോട് ചേർന്ന് നിന്നവൻ്റെ ലൈഫിലേക്ക് കർത്താവിൻ്റെ നന്മകളെ തുറക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവസഭയിലേക്ക്, എൽ ബഥേൽ ഏജി ചർച്ചിലേക്ക് ഉറവകൾ തുറക്കട്ടെ. സഭയിലുള്ള ദൈവമക്കളുടെ ലൈഫിലേക്ക് ഉറവകൾ തുറക്കട്ടെ. നിങ്ങൾ ദൈവരാജ്യത്തിന്, സഭയ്ക്കും ഒരു അനുഗ്രഹമാകത്തക്ക ഒരു വണ്ണം വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി തലമുറയായി അടഞ്ഞു കിടന്നത് തുറക്കപ്പെടട്ടെ. ദൈവം ഒരു ഉറവ തുറന്ന, നിങ്ങൾ മനസ്സിലായിരിക്കും, ഒരു ഉറവ തുറന്ന എത്ര നാൾ ഒഴുകുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എക്സാമ്പിൾ പറയണം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഹോരേബിലെ പാറ? അതിന് ഇപ്പോഴത്തെ പിക്ചർ കണ്ടിട്ടുണ്ടോ? ഹോരേബിൽ ഇപ്പോഴത്തെ പാറയുടെ പിക്ചർ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റും അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ പോയി കണ്ടുപിടിച്ചത് ഒരു പാറയുണ്ട്. എൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട് അതിൻ്റെ. ആ പാറയാണ് വലിയൊരു പാറ, ഭയങ്കര വലിയൊരു പാറയാണ്. ഈ ബിൽഡിങ്ങിനെക്കാളും വലുത് ഒരു പാറയാണ്. ഈ ബിൽഡിങ്ങിനെക്കാട്ടിലും വലുത്, ഭയങ്കര വലിയ പാറ. ആ മനുഷ്യൻ അവിടെ താഴെ പോയി നിന്നിട്ട് അതിൻ്റെ കാണിക്കുന്നുണ്ട്. പാറയുടെ അവിടെ നിൽക്കുമ്പോൾ ഭയങ്കര പാറ. ആ പാറയെ അടിച്ചപ്പം വെള്ളം പൊട്ടി ഒഴുകി. പാറ പൊട്ടി വെള്ളം ഒഴുകി. ആ വെള്ളം ഒഴുകി ആ ചാനൽ ഇങ്ങനെ ഒഴുകിപ്പോയ ആ സ്ഥലത്തെക്കുറിച്ച് പഠിച്ചപ്പം ഈ വെള്ളം ഒഴുകുന്നിടത്തെ പാറയ്ക്ക് ഭയങ്കര മിനുസമായിരിക്കും. വെള്ളം ഒഴുകുന്നിടത്തെ പാറയ്ക്ക് എന്തുമായിരിക്കും? ഭയങ്കര മിനുസം. അതിൻ്റെ തൊട്ടപ്പുറത്തെ പാറകളെല്ലാം റഫാണ്. ഇങ്ങേ സൈഡിലെ പാറകളെല്ലാം റഫ്. ഇത്ര സ്ഥലത്തെ പാറകളെല്ലാം റഫ്. പക്ഷേ ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്തെ പാറകളെല്ലാം വെള്ളം ഒഴുകി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത്? ഭയങ്കര മിനുസമാണ്. പോളിഷ് ചെയ്ത് കൊണ്ടിരിക്കും വെള്ളം ഒഴുകുന്ന പാറ. ഞാനിത് കണ്ടിട്ടുണ്ട് പാറ. പക്ഷെ തൊട്ടപ്പുറത്തെ വെള്ളം ഒഴുകിപ്പോയിട്ട് അപ്പുറത്തെ പാറ റഫും ഇപ്പുറത്തെ പാറ റഫും, കല്ലും മൂർച്ചയുള്ളത്. പക്ഷെ ഒഴുകിയ അടുത്ത സ്ഥലത്തെ എല്ലാം ഇത് കിടക്കും. ഈ പാറയുടെ മേളിൽ നിന്ന് പൊട്ടിയിട്ട് വെള്ളം ഒഴുകി വന്ന അവസാനം പാറ കീറി. ഇത്രയും വലിയ ഇതിനെ ഈ ബിൽഡിങ്ങിനെക്കാട്ടിലും വലിയ പാറ കീറി അവസാനം ബോട്ടം വരെ കീറി. അപ്പോൾ എത്ര നൂറ്റാണ്ടുകൾ ഒഴുകി കാണും? ഞാൻ പറഞ്ഞ ആ ലോജിക്ക് അല്ലെങ്കിൽ ആ ഒരു കാര്യം മനസ്സിലായോ? എത്ര നൂറ്റാണ്ടുകൾ ഒഴുകി കാണും? നമ്മുടെ ഇവിടെ ഒരു സ്ഥലമുണ്ട് കർണാടകയിൽ, മേക്കേദാട്ടു എന്ന സ്ഥലമുണ്ട്. മേക്കേദാട്ടു നിങ്ങൾ പോയിട്ടുണ്ടോന്ന് അറിയത്തില്ല. ഞാനൊരിക്കലും അവിടെ ചെല്ലുമ്പം, വർഷങ്ങൾക്ക് കുറേ ചെല്ലുമ്പം ഞങ്ങൾ കാണുക പാറയുടെ വെള്ളം ഇങ്ങനെ ഒഴുകി പാറ അങ്ങ് കൊഴിഞ്ഞു വരും.
ഒരു പ്രാവശ്യം ചെന്നപ്പം പാറയുടെ വെള്ളം ഒഴുകുന്ന ഞങ്ങൾ കണ്ടു. അത് കഴിഞ്ഞൊരു 10 വർഷം കഴിഞ്ഞിട്ട് ചെല്ലുമ്പോഴത്തേന് ഞങ്ങൾ നോക്കിയ പാറയെല്ലാം തേഞ്ഞു പോയി. അയ്യെ പോയിട്ടുണ്ടോ മേക്കേതാട്ടു? പാറയുടെ അവിടെ വെള്ളം ഒഴുകുന്ന സ്ഥലമുണ്ട്. ഞങ്ങളവിടെല്ലാം പോയതാ. ഡേഞ്ചറാണ്. ഈ വെള്ളം ഒഴുകി ഭയങ്കരമായിട്ട് പാറ തേഞ്ഞ് അടിയിലോട്ടങ്ങ് പോവാം. പാറ തേഞ്ഞ് അടിയിലോട്ട് പോവാം. ഈ ഒരിക്കലൊരു ഉറവ തുറന്നണം. നൂറ്റാണ്ടുകൾ ഒഴുകിയാലും നിൽക്കത്തില്ല. അതുപോലെ ദൈവം നിങ്ങളുടെ ലൈഫിൽ ഉറവ തുറക്കട്ടെ കേട്ടോ. ദൈവം നിങ്ങളുടെ ലൈഫിൽ ഉറവ തുറന്നാൽ എത്ര ലക്ഷം വരുന്ന ജനത്തിന് കുടിക്കേണ്ടിയ വെള്ളവും ആ പാറയിലുണ്ട് കേട്ടോ. 30 ലക്ഷം ജനവും അവരുടെ മൃഗസമ്പത്തെല്ലാം കൂടെ എത്ര കാണും? 30 ലക്ഷം വരുന്ന ജനമുണ്ട്. പോട്ടെ, ഏറ്റവും കുറഞ്ഞത് ഒരു 10 ലക്ഷം വേണ്ട, ഒരു 5 ലക്ഷം കുടുംബങ്ങളുണ്ടെന്ന് നമുക്ക് ചിന്തിക്കാമോ? ഒരു 5 ലക്ഷം. അന്ന് ഒത്തിരി മക്കളുണ്ട്. പോട്ടെ, 1 ലക്ഷം കുടുംബം ഉണ്ടെന്ന് ചിന്തിച്ചു. 1 ലക്ഷം കുടുംബത്തിന് എത്ര ആട് വെച്ച് കാണും പറ? ഒരു കുടുംബത്തിന് എങ്ങനെ പോയില്ല അന്നത്തെ കാലത്ത് ഒരു 100 ആട് വെച്ച് കാണും. ഒരു കുടുംബത്തിന് 100 ആടെങ്കിലും കാണും. ആട്, പശു, കാള, കഴുത, അല്ലേ? ഇങ്ങനെയുള്ള മൃഗസമ്പത്തുകളെല്ലാം ഉണ്ട്. ഒരു മൃഗസമ്പത്ത് തന്നെയല്ല, ഒത്തിരി സമ്പത്തുണ്ട്. പല ചെമ്മരി ആടുണ്ട്, അല്ലാത്ത ആടുണ്ട്, ഒത്തിരി കാണും. മിനിമം 100 എണ്ണം വെച്ചു. ഒരു വീട്ടിൽ ഒരു പശു ഒന്നും ആയിരിക്കത്തില്ലല്ലോ, ഒരു കാളയായിരിക്കത്തില്ലല്ലോ. കാളയുടെ കൂട്ടം വന്നാ യാക്കോബിനെ കുറിച്ചൊക്കെ പറയുന്നത്. അപ്പോൾ തൻ്റെ മക്കൾ എങ്ങനെ ആയിരിക്കും? അപ്പോൾ എത്ര മൃഗങ്ങൾ കാണുമെന്ന് കണക്ക് കൂട്ടി. ഇത്രയും മൃഗങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം എവിടുന്ന് ഒഴുകി? ഇത്രയും മൃഗങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം മനുഷ്യർ തന്നെ 30 ലക്ഷം ഉണ്ടാക്കി. അപ്പോൾ മൃഗങ്ങളെല്ലാം കൂടെ കോടികൾ കാണത്തില്ലേ? ടീച്ചർ പറഞ്ഞ കോടികൾ കാണത്തില്ലേ? അപ്പോൾ ഇതെല്ലാം കൂടെ കുടിക്കാനുള്ള വെള്ളം എവിടുന്ന് ഒഴുകി? പാറയുന്നു. അപ്പോൾ ദൈവം ഒരു ഉറവ തുറന്നാൽ നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ ലൈഫിൽ വരുന്ന സകലത്തിന് സഫിഷ്യൻ്റ് ആകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ വചനത്തെ സ്വീകരിച്ച്, കർത്താവേ, ആ ഉറവയെ ഞങ്ങളുടെ ലൈഫിൽ തുറക്കണമേ, ഞങ്ങളുടെ സഭയിൽ തുറക്കണമേ. ഇവിടെ വരുന്ന ദൈവമക്കൾ കുടിച്ച് തൃപ്തി പ്രാപിപ്പാൻ, അവരുടെ കുടുംബങ്ങൾ കുടിച്ച് തൃപ്തി പ്രാപിപ്പാൻ ഉറവയെ ദൈവം തുറക്കണമേ. യേശുവിൻ നാമത്തിൽ ആ ഉറവയെ തുറക്കണമേ. കർത്താവേ, ആ ഉറവയെ ഞങ്ങൾ സ്വീകരിക്കുന്നു. നമുക്കിന്ന് അടുത്തൊരു കാര്യം കൂടെ ചിന്തിച്ചിട്ട് നമുക്കിന്ന് നിർത്താം. അടുത്തത് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ കണ്ടോ? ദാനിയേലിൻ്റെ കാലത്ത് തന്നെ റിസ്റ്റോറേഷൻ സംഭവിച്ചു. പ്രാർത്ഥിച്ചവനെ റിസ്റ്റോർ ചെയ്തു. അടുത്തത് ഡിസ്ട്രോയ് ആൻഡ് ബ്രേക്ക്. ഇതൊരു വലിയ വിഷയം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 6:25 ഗിദയോൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയെക്കുറിച്ച്. ഗിദയോൻ ആ ന്യായാധിപന്മാരുടെ കാലത്ത്, ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ലിസ്റ്റൊക്കെ കാണിച്ചു, ന്യായാധിപന്മാരുടെ കാലത്ത് ഇസ്രായേൽ മക്കൾ വിതയ്ക്കും, ഇസ്രായേൽ മക്കൾ വളമിടും, ഇസ്രായേൽ മക്കൾ എല്ലാം ചെയ്യും. പക്ഷേ വിളവ് കൊയ്യേണ്ട സമയം ആരും ഒന്ന് കൊയ്തുകൊണ്ട് പോകും? മിദ്യാന്യരും കിഴക്കേ ദേശക്കാരും അമാലേക്യരും. അമാലേക്യരെ കുറിച്ച് കേട്ടാ? എന്നല്ലോ, മിദ്യാന്യരും കിഴക്കേ ദേശക്കാരും അമാലേക്യരും വന്ന് ഇതെല്ലാം തിന്നുകൊണ്ട് പോകും. ഇവർക്കില്ല. ആരാ അധ്വാനിച്ച? ഇത് ചില കുടുംബങ്ങളിൽ സംഭവിക്കാറുണ്ട്. അധ്വാനിച്ച് വെക്കും, ഒറ്റയടിക്ക് ഹോസ്പിറ്റലിൽ പോയി. അധ്വാനിച്ച് വെച്ചു, ഒറ്റയടിക്ക് വർക്ക്ഷോപ്പിൽ പോയി. അധ്വാനിച്ച് വെച്ചു, ഒറ്റയടിക്ക് അടുത്തൊരു ചിലവ് വന്നു. അധ്വാനിച്ച് വന്നു, അടുത്തൊരു കാര്യത്തിന് പോയി, മൊത്തം പോയി. പിന്നെ അടുത്തൊരു 3-4 വർഷം എടുത്ത് കുറച്ച് പൈസ സ്വരൂപിക്കാൻ അടുത്ത പോയി. നന്മയുടെ സമയം എത്തുമ്പം അനുഭവിക്കാൻ പറ്റാതിരിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിന്റെ ജീവിതത്തിന് ചുറ്റും കാവലില്ല, സുരക്ഷയില്ല. ചിലരുടെ ലൈഫിൽ 1 വർഷത്തെ സൈക്കിളാണ്, ചിലരുടെ ലൈഫിൽ 6 മാസത്തെ സൈക്കിളാണ്, ചിലരുടെ ലൈഫിൽ 3 മാസത്തെ സൈക്കിളാണ്, ചിലരുടെ ലൈഫിൽ 2-3 വർഷത്തെ സൈക്കിളാണ്, ചിലരുടെ ലൈഫിൽ ഒരു 10 വർഷത്തിന് സൈക്കിളാണ് കേട്ടോ. 10 വർഷത്തെ സൈക്കിൾ. 10 വർഷമാകുമ്പോൾ പുള്ളി ഉണ്ടാക്കിയത് മൊത്തം ശൂന്യമാവും, അല്ലെങ്കിൽ ഒറ്റയടിക്ക് ബന്ധങ്ങൾ മൊത്തം പോകും. ജീവിതത്തിൽ പണം മാത്രമല്ല, വീടും വസ്തുവകകളും മാത്രമല്ല, നിങ്ങൾക്ക് കിട്ടുന്ന നല്ല പേര് ഒരു സമ്പത്താണ്. നിങ്ങൾക്ക് ദൈവം തരുന്ന നല്ലൊരു പേര് ഒരു ദൈവം തരുന്ന അനുഗ്രഹമാണ്. 2, നിങ്ങൾക്ക് തരുന്ന ബന്ധങ്ങൾ ഒരു അനുഗ്രഹമാണ്. ഇതൊക്കെ വാല്യൂ ഉള്ളതാണ്.
റിലേഷൻഷിപ്പ് അല്ലേ, നല്ല ഹെൽത്തി റിലേഷൻഷിപ്പ് ഒരു ബ്ലെസ്സിങ്ങാണ്. അനുഗ്രഹങ്ങൾ പലതും വരുന്നത് ബന്ധങ്ങളിൽ കൂടെയാണ്. അനുഗ്രഹങ്ങൾ പലതും വരുന്നത് ബന്ധങ്ങളിൽ കൂടെ. പക്ഷെ പിശാച് തകർത്ത് കളയാൻ ശ്രമിക്കുന്നത് എന്തുവാ? ബന്ധങ്ങളെ. ചില വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഇവർക്ക് ബന്ധങ്ങളില്ല, അവർ സ്ട്രഗിൾ ചെയ്യുക. നന്മയുടെ സമയമാകുമ്പോൾ അവരോട് ആരും അടുക്കത്തുമില്ല. അവരുടെ ലൈഫിൽ അത്യാവശ്യ സമയത്ത് ആരും കാണത്തുമില്ല. പക്ഷെ മറ്റു ചിലർ ബന്ധങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കും. ആവശ്യ സമയത്ത് എല്ലാം ആൾക്കാർ, ചില സമയത്ത് എല്ലാ സമയത്തും ചിലതിനെ ദൈവം തന്നെ മാറ്റും. കാരണം ദൈവം പഠിപ്പിക്കാനാണ്. ബന്ധങ്ങളല്ല ഇമ്പോർട്ടൻ്റ്, ഞാനാണ് ഇമ്പോർട്ടൻ്റ്. തക്ക സമയം നിനക്ക് വേണ്ടി ഞാൻ കരുതും. ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അപ്പം ജഡ്ജസിൻ്റെ കാലത്ത്, ന്യായാധിപന്മാരുടെ കാലത്ത് ഇതുണ്ട്, ഗിദെയോൻ എല്ലാം വിതച്ചു, ഇസ്രായേൽ മക്കളെല്ലാം വിതച്ചു. കൊയ്യേണ്ട സമയം അപ്പോൾ ആര് വരുന്നുണ്ട്? മിദ്യാന്യരും കിഴക്കേ ദേശക്കാരും അമാലേക്യരും ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് എല്ലാം കൊയ്തുകൊണ്ട് ഗിദെയോൻ ഒരു കാര്യം ചെയ്തു. അന്ന് ഗോതമ്പ് കൊയ്യേണ്ട സമയമായിരുന്നു. പുള്ളി പോയി നേരത്തെ കൊയ്തു. പുള്ളിക്ക് വയ്യ, കുടുംബം പട്ടിണിയാണ്. ഗോതമ്പ് നേരത്തെ പോയി കൊയ്തുകൊണ്ട് മുന്തിരിച്ചക്കിന് അരികെ കൊണ്ടുപോയി വിതച്ചു. മുന്തിരിയുടെ കാലമല്ലായിരുന്നു. മുന്തിരിക്കരികെ കൊണ്ടുപോയി ഇത് മെതിച്ചുകൊണ്ടിരിക്കും വന്നിട്ട് ദൈവത്തിൻ്റെ ദൂതം വെളിപ്പെട്ടൊരു ചോദ്യം, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട്. ഗിദെയോനെ കുറിച്ചൊന്ന് പഠിച്ചാൽ ഗിദെയോനെ പോലെ പേടിത്തൊണ്ടൻ ആരുമില്ല. ഇവൻ പരാക്രമം എന്തോ കാണിച്ചേ? വിശപ്പ് കൊണ്ട് കാണിച്ച പരാക്രമമാണ്. പുള്ളി വിശപ്പ് കൊണ്ട് കാണിച്ച പേടിത്തൊണ്ടനാ. പുള്ളി ജീവിതത്തിൽ എന്തെങ്കിലും വേണമല്ലോ എന്നോർത്തോണ്ട് കാണിച്ചതാ. പക്ഷെ തമ്പുരാൻ അതങ്ങ് ഇഷ്ടപ്പെട്ടു. ഏതെങ്കിലുമൊക്കെ പരാക്രമം കാണിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഒന്നും കാണിക്കാതിരിക്കുന്നതിനെക്കാട്ടി എന്തെങ്കിലുമൊക്കെ കർത്താവിന് വേണ്ടി ചില ചെയ്യുന്നത്. ദൈവം പറഞ്ഞ, അല്ലോ പരാക്രമശാലി, യഹോവ നിന്നോട് കൂടെയുണ്ട്. ചോദിച്ചു, കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്, എനിക്ക് ഈ ഗതികേട് വരുമോ? ഞങ്ങളുടെ പിതാക്കന്മാരെ നടത്തിയതൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഈ ഗതികേട് വരുമോ? അപ്പോൾ അന്ന് രാത്രിയിലും വരുന്ന ദിവസങ്ങളിൽ ദൈവം ഇടപെടുക, സ്വപ്നങ്ങളിലൊക്കെ ദൈവം ഇടപെടുക. നിങ്ങൾക്ക് ഈ ഗതി വരാനുള്ളതിൻ്റെ കാരണം നിങ്ങളുടെ കയ്യിൽ, ഇനി നാട്ടുകാരുടെ കാര്യം പറയണ്ട, നിൻ്റെ വീട്ടിൽ വിഗ്രഹം ഇരിപ്പുണ്ട് കേട്ടോ. റൂട്ട് കാണിച്ചു കൊടുക്കുന്നത്, നിൻ്റെ വീട്ടിൽ അശേരയും ബാലിൻ്റെ പ്രതിഷ്ഠ ഇരിപ്പുണ്ട്. രാത്രി സ്വപ്നത്തിൽ ദൈവം കാണിച്ചു കൊടുത്തു, നീ അത് വെട്ടിക്കളയണം. നീ അതിനെ നിൻ്റെ അപ്പൻ്റെ കാളയായ രണ്ടാമത്തെ കാളയും കൊണ്ടുപോയി വെട്ടിക്കളഞ്ഞ് അതിനെ യാഗമാക്കി തീർക്കും. പുള്ളി പേടിത്തൊണ്ടനായതുകൊണ്ട് അന്ന് പകല് ചെയ്തില്ല, പുള്ളി അടുത്ത ദിവസം രാത്രി ചെയ്തു. രാവിലെ എഴുന്നേറ്റപ്പോൾ ചെയ്യേണ്ടതല്ലേ, അന്ന് പേടിത്തൊണ്ടനായതുകൊണ്ട് അന്ന് ചെയ്യാതെ അന്ന് രാത്രി ചെയ്തു. ദൈവം പറയുമ്പോൾ ലേറ്റ് ആക്കല്ലേ, ദൈവം പറയുമ്പം ലേറ്റ് ആകും. അന്ന് രാത്രിക്കകം ചെയ്തോണം, 24 മണിക്കൂറിനകം കാര്യങ്ങൾ ചെയ്തോണം. ഗിദെയോൻ അടുത്ത ദിവസം രാത്രി ചെയ്തു, ഇടിച്ചു കളഞ്ഞു, വെട്ടിക്കളഞ്ഞു. രാവിലെ എഴുന്നേറ്റപ്പോൾ നേടി ഇതെല്ലാം ഇടിഞ്ഞു കിടക്കുന്നു, വെട്ടിക്കളഞ്ഞു. കാര്യങ്ങളെല്ലാം ഗിദെയോന് നേരെ വന്നു. ദൈവം കാര്യങ്ങളെ ഗിദെയോന് അനുകൂലമാക്കി മാറ്റി. നിങ്ങൾ മനസ്സിലാക്കൂ, മനുഷ്യനല്ല കാര്യങ്ങളെ തിരിക്കുന്നത്, ദൈവം ഉയരത്തിലുണ്ട്. വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നവനെ ദൈവം ഉപയോഗിക്കും. ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ റിസ്ക് എടുത്ത് ചെയ്യുന്നവരെ ദൈവം അനുഗ്രഹിക്കും. അത് നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം, നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം. അടുത്ത ദിവസം ഗിദെയോനോട് അമാലേക്യർ ഇവരെല്ലാം കൂടെ വരിക. കാവലില്ല, കാവൽ പൊളിഞ്ഞു കിടക്കുക. അപ്പം ഇവൻ ശുദ്ധീകരണം നടത്തി. ഗിദെയോനോട് ദൈവം പറഞ്ഞു, അമാലേക്യരെല്ലാം കണ്ട് പാളയം അടിച്ചു വരിക. നീ ഒരു കാര്യം ചെയ്യും, നീ അവൻ്റെ പാളയം വരെ ഇറങ്ങിച്ചല്ല. കർത്താവേ, എനിക്ക് പേടിയാ, പാളയം വരെ നിൻ്റെ ബാല്യക്കാരൻ പൂരയും വിളിച്ചോളാൻ പറഞ്ഞു. രണ്ടുപേരും കൂടെ പമ്മി ആയുധപാണികൾ ഇരിക്കുന്നവരുടെ പാളയം വരച്ചു. ചെന്നപ്പോൾ രണ്ടുപേര് സംസാരിക്കാൻ വിട്ടിരുന്നു. അവർ ചെവി വെച്ചു കേട്ടു. എന്തോ സംസാരിക്കുന്ന അറിയാം. അവർ പറയാം, ഇന്നലെ രാത്രി ഞങ്ങളൊരു സ്വപ്നം കണ്ടു. യുദ്ധത്തിന് എല്ലാവരും കൂടെ വന്നതാ, ഇസ്രായേലിന് ചുറ്റിനും വന്നിരിക്കുക. ഞങ്ങൾ സ്വപ്നം കണ്ടു, ഈ ഒരു യവത്തപ്പം ഇസ്രായേലിൻ്റെ പാളയത്തിൽ നിന്ന് ഉരുണ്ടു വന്ന് മിദ്യാന്യ പാളയത്തെ മൊത്തം തകർത്ത് കളയും. അപ്പം മറ്റവൻ പറയുന്ന പറയാം, ഇത് മറ്റൊന്നുമല്ല, യോവേഷിൻ്റെ മകനായ ഗിദെയോൻ്റെ വാളല്ല, അതൊന്നുമല്ല. എൻ്റെ ചോദ്യം, ഈ ഗിദെയോനെ ആർക്കെങ്കിലും അറിയാമോ? പുള്ളി ഒളിച്ചും പാത്തുമാ ഇതെല്ലാം ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഗോതമ്പ് വെട്ടിക്കൊണ്ട് പോയി പാത്ത് ചെയ്ത് ഒന്നാമതേ പുള്ളി പേടിത്തൊണ്ടന. ഇപ്പം വേണ്ട, ഇവൻ്റെ പേര് ശത്രുപാളയത്തിൽ ഫേമസ് ആയി. നിൻ്റെ മീതെ ദൈവത്തിൻ്റെ അനുഗ്രഹം വന്നാൽ ശത്രുവിൻ്റെ പാളയത്തിൽ ആത്മമണ്ഡലത്തിൽ അറിയാം, ദൈവം ആത്മമണ്ഡലത്തിൽ നിന്നെ ലിഫ്റ്റ് ചെയ്തു.
നീ വിശുദ്ധിക്ക് വേണ്ടി ചിലത് കൈനീട്ടി ആത്മമണ്ഡലത്തിൽ നിന്റെ റേഞ്ചിനെ ദൈവം ഉയർത്തി. കേൾക്കുന്നുണ്ടോ? നിങ്ങളിപ്പം ചില സമയത്ത് നിങ്ങൾ സാധാരണക്കാരായിട്ടായിരിക്കുന്നത്, സാധാരണക്കാരായിട്ട്, പക്ഷെ നിങ്ങൾ ദൈവത്തിൻ്റെ ബന്ധവും വിശുദ്ധിയും ആഴമേറിയ വിശ്വസ്തതയുമായിട്ട് നിങ്ങൾ ദൈവത്തോടൊന്ന് രമ്യതപ്പെട്ടെ. കർത്താവ് നിങ്ങളുടെ മേൽ അഭിഷേകം പകരുമ്പോൾ ആത്മമണ്ഡലത്തിൽ നിങ്ങളുടെ റേഞ്ച് കൂടുക കേട്ടോ. നിങ്ങളുടെ പണമല്ല ആത്മമണ്ഡലത്തിൽ നിങ്ങളെ ഉയർത്തുന്നത്, നമ്മുടെ പ്രസംഗമല്ല ആത്മമണ്ഡലത്തിൽ നമ്മളെ ഉയർത്തുന്നത്, നമ്മുടെ പോസ്റ്ററുകളും ഒന്നുമല്ല, ദൈവത്തോടുള്ള വിശുദ്ധിയാണ്, ദൈവത്തോടുള്ള ബന്ധം. ഓ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ദൈവത്തോടുള്ള ബന്ധം നിന്റെ ലെവലിനെ ഉയർത്തും. ശത്രുവിന് പിടുത്തം കിട്ടി. ഗിദെയോൻ ഫേസ്ബുക്കിലില്ല, ഇൻസ്റ്റാഗ്രാമിലില്ല, യൂട്യൂബിന് അതിലൊന്നുമില്ല, പക്ഷെ ശത്രുവിൻ്റെ പാളയത്തിൽ പിടുത്തം കിട്ടി. ഇത് യോവേശിൻ്റെ മകനായ ഗിദെയോൻ്റെ വാളല്ലാതെ മറ്റൊന്നുമല്ല. അടുത്ത ദിവസം യുദ്ധത്തിൻ്റെ സ്ട്രാറ്റജി ദൈവം പറഞ്ഞു കൊടുത്തു. ഞാൻ വീണ്ടും പറയാം, ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ നിൽക്കുന്നവന് യുദ്ധത്തിൻ്റെ സ്ട്രാറ്റജി ദൈവം പറഞ്ഞു. ശത്രുവിനെ എങ്ങനെ ജയിക്കണം? ശത്രു വന്നു, ഗിദെയോനിൽ കൂടെ വേണ്ട ശത്രുവിനെ ഒതുക്കി. 40 സംവത്സരക്കാലം എങ്ങാണ്ട ഗിദെയോൻ ഇസ്രായേലിന് ന്യായപാലനം ചെയ്ത് മറ്റവരെ ഒതുക്കി. കർത്താവിൻ്റെ ബൗണ്ടറി വന്നു, ഇങ്ങോട്ട് വന്നേക്കലെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്താൽ അവിടെ ബൗണ്ടറി വെളിപ്പെടും. കിട്ടിയോ? അടുത്തത് ഇതിനകത്തൂടെ പഠിക്കാനുള്ള കാര്യം ഇതും കൂടെ പറഞ്ഞു നിർത്താം. നമ്മുടെ കയ്യിൽ ദൈവഹിതമല്ലാത്തത് വെച്ചോണ്ട് നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ബിൽഡാകത്തില്ല. ഇടിച്ചു കളയേണ്ടതിനെ നമ്മൾ ഇടിച്ചു കളയണം. ലൈഫിൽ വിടേണ്ടിയതിനെ വിട്ട് കളയണം. ദൈവഹിതമല്ലാത്തത് നമ്മളുടെ ചിന്തകളിലുണ്ടായിരിക്കാം, ആശയങ്ങളിൽ കാണാം, നമ്മുടെ ജീവിതത്തിൽ പലത് കാണാം. ഇത് വെച്ചോണ്ടിരിക്കും. പണ്ടൊരു ദേവദാസൻ പറഞ്ഞൊരു വേർഡുണ്ട്, പേരൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, പക്ഷേ പേര് ഞാൻ പറയുന്നില്ല. ചില ആൾക്കാർ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും, പക്ഷെ അവരുടെ ക്യാരക്ടർ റെഡി ആയിട്ടില്ല ഇതുവരെ. എന്തിനാ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചോദിക്കുന്നത്? എനിക്കും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കണ ശുശ്രൂഷ ഉണ്ടെന്ന്, എനിക്കും കൂടെ ഒന്ന് നിനക്ക് മാത്രമല്ല എനിക്കും പ്രസംഗിക്കാൻ അറിയാം. നിന്റെ അന്ന് ആ പുള്ളി പറഞ്ഞ വേർഡിങ്ങനെ, നിന്റെ ജീവകാലത്ത് ഈ ശുശ്രൂഷ പ്രാപിക്കത്തില്ല. നീ ശുശ്രൂഷിക്കുന്ന നിന്നെ ഉയർത്താനോ നിന്റെ കിങ്ഡം ബിൽഡ് ചെയ്യാനോ അല്ല, നിന്നെ വിളിച്ചത് സാക്രിഫിഷ്യലായിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യാനാണ്. അങ്ങനെ നിനക്കൊരു മനോഭാവം ഉണ്ടെങ്കിൽ ദൈവം നിന്നെ ഉയർത്തുമെന്ന്. നോക്കിയേ, നമ്മുടെ ലൈഫിൽ നമ്മൾ ചിലതിനെ വിട്ട് കളയേണ്ടതിനെ കളയണം. കർത്താവ് ഇപ്പം വിട്ട് കളയാം, എനിക്ക് കുറച്ച് കണക്ക് തീർക്കാനുണ്ട്. വെയിറ്റ് ചെയ്യും, ദൈവം വെയിറ്റ് ചെയ്യും. ദൈവം നിങ്ങളോട് പറയുമ്പോൾ ചിലതിനെ വിട്ട് കളയണം. ഇടിച്ചു കളയേണ്ടതിനെ കളയണം, ഉടച്ചു കളയേണ്ടതിനെ കളയണം. രമ്യതപ്പെടേണ്ടിയെടുത്ത് രമ്യതപ്പെടണം. എങ്കിലേ കർത്താവേ ഞാൻ രമ്യതപ്പെട്ടോളാം, രമ്യത ഞാൻ പെട്ടോളാം. കർത്താവ് എന്നെ ഇപ്പം അങ്ങ് അനുഗ്രഹിക്കും. കർത്താവ് പറയും നിന്നെ രമ്യതപ്പെട്ടിട്ട് വാ, അനുഗ്രഹിക്കാം. മനസ്സിലായി? നീ രമ്യതപ്പെട്ടിട്ട് വാ, എന്നിട്ട് അറിയാം കർത്താവ് ഞാൻ അങ്ങ് അനുഗ്രഹിച്ചു തരാം, ഞാൻ പിന്നെ രമ്യതപ്പെട്ടോളാം. കർത്താവ് പറയും അങ്ങനല്ല പ്രമാണം. പ്രമാണം ഒരിക്കലും തെറ്റിക്കാൻ പറ്റത്തില്ല. ഒരാൾക്ക് വേണ്ടി നീ ഇടിച്ചു വിഗ്രഹങ്ങൾ, ദൈവഹിതമല്ലാത്ത ബന്ധങ്ങൾ, ദൈവഹിതമല്ലാത്ത സിം കാർഡുകൾ, ദൈവഹിതമല്ലാത്ത സംസാരങ്ങൾ, രഹസ്യ ജീവിതങ്ങൾ, ദൈവഹിതമല്ലാത്ത എന്തെങ്കിലും തരത്തിലുള്ള അശുദ്ധി, ദൈവഹിതമല്ലാത്ത എന്തെങ്കിലും പണമിടപാടുകൾ, ദൈവഹിതമല്ലാത്ത ഏതെങ്കിലും തരത്തിലുള്ള ദൈവത്തിൻ്റെ വചനത്തിന് നിരക്കാത്തത് എന്തെങ്കിലും നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ റിലീസ് ചെയ്യുക. കള മൊത്തം എടുത്ത് കളഞ്ഞ് ദൈവത്തോട് പറ, കർത്താവേ ഇന്ന് തൊട്ട് ഞാൻ എൻ്റെ ജീവിതം വിശുദ്ധിയിൽ സൂക്ഷിക്കും. ഇന്ന് തൊട്ട് ഞാൻ എൻ്റെ ജീവിതം ദൈവത്തിൽ വിശ്വസ്തരായിരിക്കും. ഇടിച്ചു കളഞ്ഞാൽ നീ ഓർത്തോ, നിന്റെ വരുന്ന ശത്രുവിനെ ദൈവം അകറ്റി നിർത്തും. കേൾക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നിന്ന് ശത്രുവിനെ ദൈവം അകറ്റി നിർത്തും. ഗിദെയോൻ ചെയ്തതാ, വിടുതൽ പ്രാപിക്കാൻ. ഹൗ ക്യാൻ ഐ ഹാവ് ദ ഡെലിവറൻസ്? അല്ല, എങ്ങനെ എനിക്ക് വിടുതലെടുക്കാം? ഹൗ ക്യാൻ ഐ ഹാവ് ഡെലിവേർഡ്? എനിക്ക് എങ്ങനെ വിടുതലെടുക്കാം? എങ്ങനെ വിടുതലെടുക്കാൻ പറ്റുന്നേ? വിടുതലെടുക്കണമെങ്കിൽ ഇടിച്ചു കളയേണ്ടതിന് ഇടിച്ചു കളയണം. നമ്മൾ ഇന്ന് ഇവിടെ കൊണ്ട് നിർത്താം. ഒന്നാമത്തെ കാര്യം ഏറ്റു പറയണം, കൺഫസ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം ഏറ്റു പറഞ്ഞാൽ ക്ഷമിക്കാൻ വിശ്വസ്തനാണ്. മൂന്നാമത്തെ ഹമ്പിളാകണം. ഒരു സമയത്തേക്കിന് വേണ്ടി, വിടുതലിന് വേണ്ടി ഹമ്പിളാകുക. വിടുതൽ കിട്ടുമ്പോൾ എൻ്റെ സ്വഭാവം മാറും എന്നല്ല. പലപ്പോഴും നമ്മളെ
വിടുതലിന് വേണ്ടി അങ്ങ് ഹമ്പിളാവും. അയ്യോ, ചില ആൾക്കാർ പറയുന്നത് കേട്ടുണ്ട്, ഇവരെ ഹെൽപ്പ് ചെയ്യല്ലേ, ഇവരുടെ കാര്യം നടന്നു കഴിഞ്ഞാൽ ഇവർക്ക് വിധമാണ്, ഇവരെ ഹെൽപ്പ് ചെയ്യാൻ പോകല്ലേ, ഇവരെ കാര്യം നടന്നു കഴിഞ്ഞാൽ ഇവരുടെ വിധമാണ്. കർത്താവേ എനിക്ക് അനുഗ്രഹം വേണേ. കർത്താവ് അനുഗ്രഹിച്ചു, പിന്നെ പുള്ളിയെ പള്ളിയിൽ കാണാനില്ല, ദൈവത്തെ കാണാനില്ല. ആ അനുഗ്രഹം കൊണ്ട് നരകത്തിൽ പോകാനല്ല ദൈവത്തിന് ഇഷ്ടം, നീ അനുഗ്രഹം കൊണ്ട് കൂടുതൽ വളരാനാണ്. ചിലർ അനുഗ്രഹം കിട്ടി ദൈവത്തെ മറന്നുപോയി, സൺഡേ പിന്നെ ഈ പള്ളി വരത്തില്ല. കർത്താവേ എന്നെ അനുഗ്രഹിക്കണേ. പലരും ഹമ്പിളായിട്ട് വരും, അടി കെട്ടിയപ്പം വന്നു. പക്ഷേ അതെല്ലാം വേദന അറിയാൻ പുള്ളിക്കാരൻ പിന്നെ അങ്ങ് നേരെയായി. നോ, അത് ചെയ്യല്ല. ഹമ്പിളെന്ന് പറഞ്ഞാൽ നീ ദൈവസന്നിധി നിൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം വരെ നിൻ്റെ തീരുമാനമായിരിക്കണം. എത്രയും നീ ഹമ്പിളാകുമോ അത്രയും ദൈവം നിന്നെ ഉയർത്തും. എത്രയും ഹമ്പിളാകുമോ അത്രയും ദൈവം നമ്മളെ ഉയർത്തും. അടുത്തത്, റെൻഡ് അവർ ഹാർട്ട്. നമ്മുടെ വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ കീറണം. വേദനയോടെ നിലവിളിക്കണം, കണ്ണുനീരോടെ നിലവിളിക്കണം. അത് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ ആയിരിക്കണം. മൂന്നാമത്തെ കാര്യം നമ്മൾ ചിന്തിച്ചു, ദൈവത്തിൻ്റെ മുഖം കണ്ടിന്യൂസ്ലി അന്വേഷിക്കണം, തീരുമാനങ്ങൾ എടുക്കണം, ഏറ്റു പറയണം. നമ്മൾ ചെയ്യുന്ന എന്തുവാ, 21 മിനിറ്റ് കൊണ്ട് മൊത്തം ഏറ്റു പറഞ്ഞു കഴിയും, 21 സെക്കൻഡ് കൊണ്ട്. അതാ ഞങ്ങൾ കഴിഞ്ഞ നാൾ അങ്ങനല്ല. നിൻ്റെ സമയം, നിൻ്റെ ജീവിതം, എവ്രിതിങ് ദൈവം മുമ്പാകെ ഡെഡിക്കേറ്റ്. അത് ഉപവാസത്തോടുകൂടെ നീ ദൈവമുഖം അന്വേഷിക്കണം. അടുത്തത്, ഡിസ്ട്രോയ് ആൻഡ് ബ്രേക്ക്. ദൈവഹിതമല്ലാത്ത സകലത്തിനെയും ഉടച്ചു കളയണം. ഈ വചനം ഞാൻ പറഞ്ഞു, ഇതെല്ലാം കണക്റ്റഡാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നിൻ്റെ പാപം എത്ര കടും ചുമപ്പായിരുന്നാലും ഞാനത് ഹിമം പോലെ വെളുപ്പിക്കാം, രക്താംബരം പോലെ ചുമന്നിരുന്നാലും ഞാനതിനെ പഞ്ഞി പോലെ മൃദുലമാക്കാം. എന്തോ ചെയ്താൽ നീ വിധവയെ ഉപദ്രവിക്കല്ല്, അനാഥനെ ഉപദ്രവിക്കല്ല്, കൈക്കൂലി വാങ്ങല്ല്, നീ ദോഷത്തെ വെറുക്ക്, നീ പാപത്തെ വിട്, നീ പീഡിപ്പിക്കുന്നത് ഒഴിവാക്ക്. നീ ഇതെല്ലാം ഒഴിവാക്കിയിട്ട് വാ, കേറ്റു പറഞ്ഞ് വിട്ട് കളഞ്ഞിട്ട് വാ. എന്നിട്ട് നീ എൻ്റെ അടുക്ക വന്നാൽ നിൻ്റെ പാപം എത്ര കടും ചുമപ്പായിരുന്നു ഞാനത് ഹിമം പോലെ വെളുപ്പിക്കും. ഇത് വിടത്തുമില്ല. ഏറ്റു പറയാൻ വന്നാൽ കർത്താവ് പറയും, ഇല്ല, നീ അത് ചെയ്തിട്ട് വാ. വചനം കണ്ടീഷണൽ. വചനം ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരാം. ദൈവത്തോട് ചില തീരുമാനങ്ങൾ എടുക്കാം. കർത്താവേ ഞങ്ങൾക്ക് കൃപ നൽകണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ ഇത്രയും കാര്യങ്ങൾ കണ്ടു. ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഇതിൻ്റെ ബാക്കി നമുക്ക് കാണാം. എങ്ങനെയാണ് ഡെലിവറൻസ് എടുക്കാൻ പറ്റുന്നത്, നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് കാണാം. പക്ഷേ ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ, പ്രാർത്ഥിക്കണം. ഓരോ കാര്യങ്ങൾ നമ്മൾ തുടർന്ന് പഠിക്കാൻ വേണ്ടി പോകും. ഓരോ കാര്യങ്ങൾ, അനേക കാര്യങ്ങളുണ്ട്. ഇത് കംപ്ലീറ്റ്ലി വചനം ഏറ്റു നമ്മൾ പഠിക്കും. ദൈവത്തോട് നമുക്ക് പറയാം, കർത്താവേ ഞങ്ങളെ സഹായിക്കണേ. എത്രയോ നാളുകളായി നമ്മുടെ കുടുംബങ്ങളിൽ നഷ്ടങ്ങളുടെ വാതിൽ തുറന്നു കിടപ്പുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഉയരപ്പെടാൻ പറ്റാതെ സമയം വരുമ്പോൾ എൻ്റെ നന്മകളെല്ലാം കൊണ്ടുപോകുന്നു. ചിലരുടെ ലൈഫിൽ ഫിസിക്കൽ അല്ലെ സ്പിരിച്വൽ ബൗണ്ടറി നഷ്ടമായി. ചിലരുടെ ലൈഫിൽ സ്പിരിച്വൽ ബൗണ്ടറി നഷ്ടമായതിൻ്റെ ഒരു അടയാളമാണ് സൈക്കോളജിക്കലി ഉണ്ടാകുന്ന അറ്റാക്ക്, സാമ്പത്തികം ഉണ്ടാകുന്ന അറ്റാക്ക്, ഹെൽത്തിലുണ്ടാകുന്ന അറ്റാക്ക്, ബന്ധങ്ങളിലുണ്ടാകുന്ന അറ്റാക്ക്, അല്ലേ? ഞാനിതെല്ലാം ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് പറയാം. ഒരു ഏരിയ അല്ല, പല ഏരിയ കണക്ട് ചെയ്ത് പറയാം. ചിലർക്ക് വാഹനങ്ങളുടെ നഷ്ടം. ഇല്ല കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇനി അങ്ങനെ പോകാൻ ഞാൻ അനുവദിക്കുന്നില്ല. എനിക്കൊരു കംപ്ലീറ്റ് സറണ്ടർ. ഞാൻ ദൈവമുമ്പിൽ വരിക. ദൈവം ആഗ്രഹിക്കുന്ന നമ്മുടെ കംപ്ലീറ്റ് സറണ്ടറാണ്. നമ്മുടെ ഒരു 100% ഹമ്പിൾ ആകാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവസന്നിധിയിൽ കംപ്ലീറ്റ് ഒരു വിശുദ്ധീകരണം. നമ്മൾക്ക് നമ്മുടെ കഴിവ് കൊണ്ട് അത് പറ്റത്തുമില്ല. നമ്മളെ കർത്താവ് സഹായിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. നമ്മുടെ ബലം കൊണ്ടും നമ്മുടെ കഴിവ് കൊണ്ടും നമുക്ക് വിശുദ്ധനാകാൻ പറ്റത്തില്ല. യേശുവിൻ്റെ കൃപയാലും പരിശുദ്ധാത്മാവിനാലും മാത്രമേ നമുക്ക് വിശുദ്ധീകരണം പറ്റത്തുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം പ്രാർത്ഥിക്കാം. ഒന്ന് ഏറ്റു പറഞ്ഞ്, കർത്താവേ ഈ വചനഭാഗം കേൾക്കുമ്പോൾ ഞങ്ങൾക്കൊരു കൃപ നൽകണേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങൾക്കൊരു കൃപ നൽകണേ. ഞങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ ട്രാൻസ്പെറൻ്റ് ആകാൻ, ദൈവത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ ശോധന ചെയ്യാൻ. ഞാൻ പലപ്പോഴും ശോധന ചെയ്യുന്നൊരു ഏരിയ കേട്ടോ.
എൻ്റെ ഉള്ളിൽ ആരോടെങ്കിലും ജലസിയുണ്ടോ? എൻ്റെ ഉള്ളിൽ ആരോടെങ്കിലും കയ്പുണ്ടോ? എനിക്കറിയാം, കയ്പോ ജലസിയോ വന്നാൽ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കത്തില്ല. എൻ്റെ ഉള്ളിൽ ഈഗോ ഉണ്ടോ? എൻ്റെ ഉള്ളിൽ ആരുടെയെങ്കിലും നന്മ കാണുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് വരാറുണ്ടോ? ഒരുപക്ഷെ ആരെയെങ്കിലും ശുശ്രൂഷയിൽ ഉപയോഗിക്കുമ്പം അവർ വളരുമ്പം എനിക്ക് ബുദ്ധിമുട്ട് വരാറുണ്ടോ? ഞാൻ എന്നെ തന്നെ പലപ്പോഴും ശോധന ചെയ്യാറുണ്ട്. ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് പറയാം, എനിക്ക് ആരോടും ഒരു ദൈവകൃപയാൽ. പലരും എന്നെ ഉപദ്രവിച്ചതുകൊണ്ട് എനിക്ക് ചിന്തയുണ്ട്, കർത്താവ് എന്നെ ഉപദ്രവിച്ചല്ലോ എന്നെനിക്ക് ഭാരമുണ്ട്. ഉപദ്രവിച്ചല്ലോ എന്ന് ഭാരമുണ്ട്. എന്നാൽ പോലും ഞാൻ അവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കും. ദൈവം അവർ ബ്ലെസ്ഡ് ആകട്ടെ, അവർ ബ്ലെസ്ഡ് ആകട്ടെ. വചനം പറയുന്നവരെ ബ്ലെസ് ചെയ്യാൻ, കാരണം എനിക്ക് വചനം അനുസരിക്കുന്ന ഇഷ്ടമാണ്. വചനം പറയുന്നവരെ ബ്ലെസ് ചെയ്യാൻ വചനം പറയും. ദോഷത്തിന് പകരം നീ ദോഷം ചെയ്യല്ലേ, ശകാരത്തിന് പകരം നീ ശകാരം ചെയ്യല്ലേ, തിന്മയ്ക്ക് പകരം നീ തിന്മ ചെയ്യല്ലേ. എൻ്റെ യേശു പറഞ്ഞേക്കുന്നത് നന്മയാൽ തിന്മയെ ജയിക്കാനാണ്. നന്മയാൽ തിന്മയെ ജയിക്കാൻ. നിങ്ങൾക്കൊരാൾ തിന്മ ചെയ്തു, നിങ്ങൾ അയാളോട് തിരിച്ച് തിന്മ ചെയ്യാൻ പോകരുത്. ദോഷം ചെയ്യും, നിങ്ങൾക്ക് ഇഷ്ടമല്ലയോ, മാറിപ്പോകും. തിന്മ ചെയ്യും. ഇതൊക്കെ എൻ്റെ പോളിസിയാണ്. നിങ്ങൾ മാറിപ്പോകും. പക്ഷെ നിങ്ങൾക്കൊരവസരം കിട്ടും. അവൻ വീണ് കിടക്കുന്ന കാണുമ്പോൾ ഒരു അവസരം കിട്ടും. എന്നാൽ പിന്നെ ഇവന് 2 ചവിട്ടും കൂടെ കൊടുക്കാമെന്ന് പറയല്ലേ. അന്നേരം നീ അവനെ എഴുന്നേൽപ്പിക്കണം, അവന് വെള്ളം കൊടുക്കണം. കേട്ടോ? കർത്താവേ, ഒരിക്കലും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ, ശകാരത്തിന് പകരം ശകാരം ചെയ്യാതെ, ദോഷത്തിന് പകരം ദോഷം ചെയ്യാതെ, അങ്ങ് പഠിപ്പിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കാൻ അങ്ങയെ ക്രൂശിച്ചവരെ പോലും അങ്ങ് അനുഗ്രഹിച്ചു. അവരോട് ക്ഷമ ചോദിച്ചു. നമുക്ക് അങ്ങനെ ആകാം. നമ്മുടെ യജമാനനെ പോലെ ആകാം. നമ്മുടെ യജമാനൻ ആരാ? നമ്മുടെ യജമാനൻ ആരാ? നിങ്ങളൊന്ന് പറഞ്ഞേ. നമ്മുടെ വീണ്ടെടുപ്പുകാരനും കർത്താവുമായ യേശുവോ. പരസ്പരം സ്നേഹിക്കാൻ പറ്റുമോ? പരസ്പരം സ്നേഹിക്കാൻ പറ്റുമോ? നമുക്കൊന്നും ഒരാൾക്ക് വേണ്ടി ഒത്തിരി ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് ഒരാൾക്ക് വേണ്ടി ഹൃദയം തുറന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാമോ? അവർക്ക് വേണ്ടി അല്പസമയം ഒന്ന് പ്രാർത്ഥിക്കാമോ? നമുക്ക് ദൈവം നല്ലൊരു ചർച്ച് തന്നില്ലേ? നല്ലൊരു ചർച്ച് തന്നില്ലേ? അല്ലേ? ചർച്ച് നമുക്കൊരു ഭാരവുമില്ല, നല്ല ചർച്ച് തന്നു അല്ലേ? നമുക്കിവിടെ വന്നിരിക്കാം. സമയം അരമണിക്കൂറോ 1 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറോ കൂടി പോകുന്ന പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ആരും നമ്മളെ ഇറക്കി വിടാൻ. നമുക്ക് എക്സ്ട്രാ പൈസ കൊടുക്കണ്ട, ഒന്നും വേണ്ട. നമുക്ക് ചർച്ചിനെ ബ്ലെസ് ചെയ്യാമോ? നമ്മളെ ദൈവം ഈ ദേശത്ത് കൊണ്ടുവന്നു. ദൈവത്തിന് ഉദ്ദേശമുണ്ട്. എനിക്ക് നിങ്ങൾക്കൊക്കെ അല്പം ദൂരമാണ്. കർത്താവ് നമ്മളിവിടെ കൊണ്ടുവന്ന് ഒരുമിച്ച്. പക്ഷേ ഈ ദേശത്തെ ബ്ലെസ് ചെയ്യാമോ? ബ്ലെസ് ചെയ്യാമോ? എൻ്റെ കർത്താവിന് വേണ്ടി എനിക്കൊന്ന് ഓടാൻ കിട്ടുന്നൊരു അവസരമാണ്. എൻ്റെ ആരോഗ്യം ഇച്ചിരി എഴുന്നേക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കർത്താവേ, എന്നെ സഹായിക്കണേ. ഞാൻ ബലഹീനൻ, എന്നെ സഹായിക്കണേ. ഞാൻ അങ്ങനെ പറയുന്നത്, കർത്താവേ, ഞാൻ വീണിട്ടുണ്ട്. കർത്താവേ, എന്നെ കൈവിടല്ലേ അങ്ങ്. ഞാൻ വീണെങ്കിലും നിലം പരിചാകാൻ എന്നെ കൈവിടല്ലേ. എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കണം. എൻ്റെ കയ്യിൽ നിന്ന് ഇനി എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് വിടല്ലേ. ഞാൻ പിടിച്ചാൽ വിടും, ചിലപ്പോൾ ഞാൻ വിട്ടിട്ട് പോകും. പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് അപ്പ അങ്ങ് പിടിച്ചോണേ. ദൈവത്തോട് പറ, കർത്താവേ, എന്നെ സഹായിക്കണേ. നിങ്ങളൊന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് ഏറ്റവും അടുക്ക ചെന്ന് പറയാൻ പറ്റിയ ഏറ്റവും നല്ല ആൾ യേശുവാണ് കേട്ടോ. നിങ്ങളുടെ ഹൃദയം തുറന്ന് പറയാൻ അവിടെ ഇരുന്ന് കുറേ സമയം ഒന്ന് കരയണം. യേശുവിൻ്റെ പാദത്തിൽ നിന്ന് കുറേ സമയം ഒന്ന് കരയണം കേട്ടോ. നിങ്ങളുടെ ഭാരങ്ങളൊന്ന് പറഞ്ഞേ. നിങ്ങളുടെ ലൈഫിൽ യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ മറവായിട്ടൊന്നും കാണില്ല. ഒരുപക്ഷെ രഹസ്യ പാപങ്ങൾ പോലും, കർത്താവേ, അത് നിങ്ങൾക്ക് തുറന്നു പറയാൻ പറ്റിയ ഏക സ്ഥലം യേശുവിൻ്റെ പാദമാണ് കേട്ടോ. യേശുവിൻ്റെ പാദം. കർത്താവേ, ഞാൻ ബലഹീനനാണ്. എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചിന്ത വരുന്നു. എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ബലഹീനതകൾ വരുന്നു. അപ്പ എന്നെ വിടുവിക്കണേ അപ്പ. നിങ്ങൾക്ക് തുറന്നു പറയാൻ പറ്റിയ സന്നിധി കർത്താവിൻ്റെ അടുക്കൽ നിങ്ങൾക്കൊന്നും മറവായിരിക്കില്ല. എന്നിട്ട് കർത്താവ് എനിക്കൊരു വെളിച്ചത്തിലുള്ളൊരു ജീവിതം നൽകണമേ, വിശുദ്ധിയിലുള്ളൊരു ജീവിതം നൽകണം, സ്നേഹത്തിലും വിശ്വസ്തതയിലുള്ളൊരു ജീവിതം നൽകണമേ, എൻ്റെ യേശുവിനെ പോലെ ആകാൻ. അതാണ് അടിസ്ഥാനം. എൻ്റെ യേശുവിന് മഹത്വം. കർത്താവെ, സഭയെ അടിയനെ അനുഗ്രഹിക്കുന്നു, ദൈവമക്കളെ അനുഗ്രഹിക്കുന്നു. എൻ്റെ കുറവുകളൊന്നും സഭയോട് ഓർക്കല്ലേ, ഞങ്ങളുടെ ബലഹീനതകളൊന്നും സഭയോട് ഓർക്കല്ലേ. സഭയെ ഞങ്ങൾ അനുഗ്രഹിക്കും. കർത്താവെ, വന്ന ദൈവമക്കളെ അടിയനെ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ബലഹീനതകളെ കൈവിടാത്ത ദൈവം ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് സ്തോത്രം.
ഞങ്ങളുടെ ക്ഷീണത്തിൽ ഞങ്ങളെ കൈവിടാത്ത ദൈവം ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ ബലഹീനരും ക്ഷീണിതരും പലപ്പോഴും, പക്ഷെ ഞങ്ങളെ കൈവിടാത്ത ദൈവത്തിന് സ്തോത്രം. സഭയെ അടിയൻ അനുഗ്രഹിക്കുന്നു, രക്തത്തിൽ അടിയൻ മുദ്രവെക്കുന്നു, കാവലിൽ മറയ്ക്കണം, കർത്താവിൻ്റെ കൃപയിൽ പൊതിയണം. സഭ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ, ദേശം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ, എൽബദേൽ ചർച്ച്, എൽബദേൽ ഫാമിലി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ, എല്ലാ സർവീസുകളും ബ്ലെസ്ഡ് ആകട്ടെ. കർത്താവേ, ആത്മാക്കളെ കൊണ്ട് നിറയ്ക്കണമേ, ദൈവത്തിനുള്ള ആത്മാക്കളെ ദൈവം റിലീസ് ചെയ്യണമേ, രക്ഷിക്കപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ, ദൈവകൃപയിൽ വളരുവാൻ, അനേകരെ കർത്താവിൻ്റെ വേലയ്ക്കായി പ്രിപ്പയർ ചെയ്യുവാൻ, വചനത്തിൻ്റെ ആഴങ്ങൾ ഇറങ്ങി പഠിക്കുവാൻ, ബലപ്പെടാൻ ദൈവമേ, അങ്ങനെയുള്ള ദൈവമക്കളെ, ആൾക്കാരെ ദൈവം കൊണ്ടുവരണേ. കർത്താവിൻ്റെ കൃപയിൽ ഞങ്ങൾ മറയുന്നു, എല്ലാ ബഹുമാനവും മഹത്വവും ഞങ്ങൾ കർത്താവിന് തരുന്നു. ഇവിടെ വന്ന ദൈവമക്കളെ അടിയൻ അനുഗ്രഹിക്കുന്നു, ഇവരൊരു അനുഗ്രഹമാകട്ടെ, അവരുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണമേ. കർത്താവ് പ്രാർത്ഥനയുടെ മറുപടി തരുന്നതിനായി സ്തോത്രം. കൃപയിൽ പൊതിയണം, തിരുനാമം ഉയരണം. ഞങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ ദൈവസാന്നിധ്യം കൂടെ ഇരിക്കണം. യേശുവിൻ നാമത്തിൽ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം തമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ കൂട്ടായ്മ സഹവാസം നാം എല്ലാവരോടും, എല്ലാ കുടുംബങ്ങളോടും, നമ്മുടെ ആവശ്യങ്ങളോടും കൂടെ ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ജയമെന്ന കർത്താവിൻ്റെ ശബ്ദം ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മകളും ദൈവമക്കളുടെ മീതെ, കുടുംബങ്ങളുടെ മീതെ, എല്ലാവരുടെ മീതെ ദൈവം പകരട്ടെ എന്ന് പ്രാർത്ഥിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒരു അനൗൺസ്മെൻറ്റ് കൂടെ ചോട്ടെ, മോനെ സ്റ്റോപ്പ് ചെയ്തു.